ഉപബോധ മനസ്സിന്റെ ശക്തി. നിങ്ങളുടെ സ്വന്തം സാധ്യതകളുടെ ആഴങ്ങളിലേക്കുള്ള ഒരു യാത്രയിലേക്ക് സ്വാഗതം. നിങ്ങൾ വ്യക്തിഗത വളർച്ച ആഗ്രഹിക്കുന്നവരോ, വിജയത്തിനായി പരിശ്രമിക്കുന്ന ഒരു പ്രൊഫഷണലോ, അല്ലെങ്കിൽ ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും സന്തുലിതാവസ്ഥയും കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയോ ആകട്ടെ, ഈ പുസ്തകം നിങ്ങൾക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്തതാണ്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് എന്ന ശക്തമായൊരു ഘടകമുണ്ട്. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ അദൃശ്യമായ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. നിങ്ങളുടെ ദൈനംദിന ചിന്തകളും പ്രവർത്തനങ്ങളും കൈകാര്യം ചെയ്യുന്ന ബോധമനസ്സിൽ നിന്ന് വ്യത്യസ്തമായി, ഉപബോധ മനസ്സ് നിങ്ങളുടെ അഗാധമായ വിശ്വാസങ്ങളുടെ അടിത്തറയാണ്. ഇത് വികാരങ്ങളെയും തീരുമാനങ്ങളെയും ജീവിത രീതികളെയും സ്വാധീനിക്കുന്നു. ഈ ശക്തമായ ശക്തിയെ മനസ്സിലാക്കുകയും നയിക്കുകയും ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ കഴിയും. ഈ പുസ്തകത്തിലുടനീളം നിങ്ങളുടെ ഉപബോധ മനസ്സുമായി എങ്ങനെ ഫലപ്രദമായി ആശയവിനിമയം നടത്താമെന്ന് നിങ്ങൾ പഠിക്കും. അതിലൂടെ ആരോഗ്യവും സമൃദ്ധിയും സന്തോഷവും ആകർഷിക്കാൻ അതിന്റെ കഴിവ് പ്രയോജനപ്പെടുത്താം. അധ്യായം 1. നിങ്ങളുടെ അനന്തമായ മനസ്സിനെ ഉണർത്തുക. നിങ്ങൾ ഇതുവരെ ആരംഭിച്ച യാത്രകളിൽ വെച്ച് ഏറ്റവും മഹത്തായതിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വന്തം മനസ്സിന്റെ വിശാലമായ സാധ്യതകളിലേക്കുള്ള ഒരു യാത്ര. നിങ്ങൾ ഒരുപക്ഷെ ഇത് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ലായിരിക്കാം, പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ കഴിവുള്ള അതിശയിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഈ ശക്തി കഴിവുള്ളവർക്കോ ഭാഗ്യമുള്ളവർക്കോ മാത്രമുള്ളതല്ല, അതെല്ലാവർക്കും ഉള്ളതാണ്. ഏറ്റവും നിസ്സംശയം അത് നിങ്ങൾക്കുള്ളതാണ്. ഈ അധ്യായം നിങ്ങളുടെ ഉള്ളിൽ നിലനിൽക്കുന്ന ഈ അഗാധമായ ശക്തിയെ, നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ ശക്തിയെ പരിചയപ്പെടുത്തും. അനന്തമായ മനസ്സ്. നിങ്ങളുടെ മനസ്സിന് 2 തലങ്ങളുണ്ട്, ബോധപൂർവമായതും ഉപബോധപൂർവമായതും. നിങ്ങളുടെ ബോധമനസ്സ് ഒരു ഡയറക്ടറെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ദൈനംദിന പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുകയും യുക്തിയുടെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നു. എന്നിരുന്നാലും ഈ തലത്തിന് ആഴത്തിൽ ഉപബോധ മനസ്സുണ്ട്. അത് അതിരുകളില്ലാത്ത ജ്ഞാനത്തിന്റെയും ഉൾക്കാഴ്ചയുടെയും സാധ്യതയുടെയും ഒരു ശേഖരമാണ്. നിങ്ങളുടെ അനന്തമായ മനസ്സിനെ ഉണർത്തുക എന്നാൽ ഈ ഉപബോധ ശക്തിയിലേക്ക് പ്രവേശിക്കുക എന്നതാണ്. എന്തുകൊണ്ടാണ് ഇതിനെ അനന്തമായതെന്ന് വിളിക്കുന്നത്? കാരണം ഉപബോധ മനസ്സിന്റെ അതിരുകൾ എളുപ്പത്തിൽ നിർവചിക്കാൻ കഴിയില്ല. നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ സ്വാധീനിക്കാൻ അതിന് അതിരുകളില്ലാത്ത കഴിവുണ്ട്. നിങ്ങളുടെ എല്ലാ വിശ്വാസങ്ങളും സംഭരിച്ചിരിക്കുന്നതും നിങ്ങളുടെ എല്ലാ ഭയങ്ങളും പ്രതീക്ഷകളും സ്വപ്നങ്ങളും വളർത്തുന്നതും ഇവിടെ നിന്നാണ്. ഉപബോധ മനസ്സിലൂടെ നിങ്ങൾക്ക് വ്യക്തിപരമായ അനുഭവങ്ങളുമായി മാത്രമല്ല, മനുഷ്യരാശിയുടെ കൂട്ടായ ജ്ഞാനവുമായും ബന്ധമുണ്ട്. സാധ്യതകളുടെ തിരിച്ചറിവ്. അസാധാരണമായ സാഹചര്യങ്ങളിൽ സാധാരണക്കാർ അസാധാരണമായ കാര്യങ്ങൾ ചെയ്ത കഥകൾ നിങ്ങൾ എത്ര തവണ കേട്ടിട്ടുണ്ട്? ഒരു കുഞ്ഞിനെ രക്ഷിക്കാൻ ഒരു വയോധികൻ ഒരു കാർ ഉയർത്തുന്നതോ, കേവലം ഇച്ഛാശക്തിയിലൂടെ മാറ്റാനാവാത്ത അവസ്ഥകളിൽ നിന്ന് വ്യക്തികൾ സുഖം പ്രാപിക്കുന്നതോ? ഇവ വെറും കഥകളല്ല, ഉപബോധ മനസ്സിന്റെ ശക്തിയെ പ്രതിനിധീകരിക്കുന്നു. നിങ്ങളുടെ ആന്തരിക മനസ്സിന് ഇത് പതിവായി ചെയ്യാൻ കഴിയും. അതിൽ കൂടുതലും, ഈ ശക്തിയിലേക്ക് പ്രവേശിക്കാൻ നിങ്ങൾക്ക് ഒരു അടിയന്തരാവസ്ഥ ആവശ്യമില്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് വേണ്ടത് അതിനെക്കുറിച്ചുള്ള ഒരു അവബോധവും അതിനെക്കുറിച്ചുള്ള ഒരു ധാരണയുമാണ്. ആദ്യപടി വിശ്വാസം. എല്ലാം വിശ്വാസത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ ശരിയാണ്. ഇത് വിശ്വാസത്തിന്റെ ശക്തിയെ ലളിതമായി ഉൾക്കൊള്ളുന്നു. നിങ്ങളുടെ അനന്തമായ മനസ്സിനെ ഉണർത്താൻ അത് നിലവിലുണ്ടെന്നും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ അതിന് കഴിവുണ്ടെന്നും നിങ്ങൾ ആദ്യം വിശ്വസിക്കണം. നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങളുടെ മനസ്സിന്റെ ഫലഭൂയിഷ്ടമായ മണ്ണിൽ വിതയ്ക്കുന്ന വിത്തുകളായി ദൃശ്യവൽക്കരിക്കുക. നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന യാഥാർത്ഥ്യങ്ങളായി ഇവ വളരും. ഹെൻറി ഫോർഡിന്റെ വാക്കുകൾക്ക് ഒരു ശാശ്വത സത്യമുണ്ട്: നിങ്ങളുടെ വിശ്വാസങ്ങൾ സാധ്യതകളെ രൂപപ്പെടുത്തുന്നു. ഉപബോധ മനസ്സിന് അനന്തമായ ശക്തിയുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് സത്യമാണ്. സ്വയം ഉണർത്തുക. ഉണർത്തൽ വ്യക്തിപരമാണ്. ഇത് നിങ്ങളുടെ വിരലടയാളം പോലെ അതുല്യമാണ്. ഒരു വ്യക്തിപരമായ ദുരന്തം, ആകസ്മികമായ ഒരു കണ്ടെത്തൽ, ആഴത്തിലുള്ള ഒരു അനുഭവം, അല്ലെങ്കിൽ ശാന്തമായ ആത്മപരിശോധനയുടെ നിമിഷങ്ങളിൽ ഇത് നിങ്ങളിൽ ഉണർന്നു വന്നേക്കാം. നിങ്ങളുടെ ആന്തരിക സംഭാഷണങ്ങളിൽ ശ്രദ്ധ ചെലുത്തി ആരംഭിക്കുക. നിങ്ങളുടെ കഴിവ്, ഭാവി, ദൈനംദിന വെല്ലുവിളികൾ, ആത്യന്തികമായ ലക്ഷ്യങ്ങൾ എന്നിവയെക്കുറിച്ച് നിങ്ങൾ നിങ്ങളോട് തന്നെ എന്താണ് പറയുന്നത്? ആന്തരിക സംഭാഷണങ്ങളെ വിമർശനത്തിൽ നിന്നും സംശയത്തിൽ നിന്നും സ്ഥിരീകരണങ്ങളിലേക്കും വിശ്വാസത്തിലേക്കും മാറ്റുന്നത് നിങ്ങളുടെ ഉപബോധ ശക്തിയെ സജീവമാക്കുന്നതിന്റെ അടിസ്ഥാനമാണ്. ഉണർത്തൽ ആരംഭിക്കാനുള്ള വ്യായാമങ്ങൾ. 1. ധ്യാനവും ബോധപൂർവമായ ശ്രദ്ധയും. ദിവസവും 5 മിനിറ്റ് ധ്യാനിക്കാൻ തുടങ്ങുക. ശാന്തമായ ഒരിടത്ത് ഇരിക്കുക. ആഴത്തിൽ ശ്വാസമെടുക്കുക. നിങ്ങളുടെ ശരീരത്തിലേക്ക് ശ്വാസം കയറുന്നതും പുറത്തേക്ക് പോകുന്നതും ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ മനസ്സിനെ കേന്ദ്രീകരിക്കുകയും അനാവശ്യ ശബ്ദങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നു. ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ ശബ്ദം വ്യക്തമാക്കുന്നു. 2. ജേർണലിംഗ്. നിങ്ങളുടെ ചിന്തകൾ, സ്വപ്നങ്ങൾ, വികാരങ്ങൾ എന്നിവ എഴുതുക. ഇത് നിങ്ങളുമായി സുതാര്യത വളർത്തുകയും നിങ്ങളുടെ ആന്തരിക അവസ്ഥയുടെ ഒരു മാപ്പ് വരയ്ക്കുകയും ചെയ്യുന്നു. ഇത് നിങ്ങളുടെ ഉപബോധ വിശ്വാസങ്ങളുടെ രീതികൾ വെളിപ്പെടുത്താൻ സഹായിക്കും. 3. സ്ഥിരീകരണങ്ങൾ. പോസിറ്റീവ് സ്ഥിരീകരണങ്ങളോടെ നിങ്ങളുടെ ദിവസം ആരംഭിക്കുകയും അവസാനിപ്പിക്കുകയും ചെയ്യുക. നിങ്ങളുടെ ഉപബോധ മനസ്സുമായി നേരിട്ട് സംസാരിക്കുക. ഉദാഹരണത്തിന്, മാറ്റം വരുത്താൻ എനിക്ക് കഴിവുണ്ട്, അല്ലെങ്കിൽ എന്റെ അനന്തമായ ബുദ്ധിയിലേക്ക് എനിക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാൻ കഴിയും. 4. ദൃശ്യവൽക്കരണം.
നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ദൃശ്യവൽക്കരിക്കാൻ ദിവസവും കുറച്ച് മിനിറ്റ് ചെലവഴിക്കുക. കഴിയുന്നത്ര വിശദമായി ഇത് കാണുക. ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിനോട് നിങ്ങൾ ലക്ഷ്യമിടുന്നത് എന്താണെന്ന് പറയുന്നു. നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു ബ്ലൂപ്രിന്റായി വർത്തിക്കുന്നു. നിങ്ങളുടെ അനന്തമായ മനസ്സിന്റെ ഉണർത്തൽ ഇപ്പോൾ ആരംഭിക്കുന്നു. നിങ്ങളുടെ ഉപബോധ മനസ്സിനെ ഉണർത്തുന്നത് ഒരു രാത്രി കൊണ്ടുള്ള കാര്യമല്ല, മറിച്ച് ഒരു രുചികരമായ പ്രക്രിയയാണ്. നിങ്ങൾ അതിനെ എങ്ങനെ പരിപോഷിപ്പിക്കുന്നു, വിശ്വസിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് ഇതെല്ലാവർക്കും അസാധാരണമായി വെളിപ്പെടുന്നു. അടുത്ത അധ്യായങ്ങളിൽ ഈ ഉറങ്ങുന്ന ഭീമനെ ഉണർത്തുന്നതിനുള്ള ഉപകരണങ്ങളും വിദ്യകളും മാത്രമല്ല, നിങ്ങളുടെ അഗാധമായ ആഗ്രഹങ്ങളും ഉയർന്ന അഭിലാഷങ്ങളും നേടുന്നതിനായി അതിന്റെ ശക്തിയെ പ്രയോജനപ്പെടുത്തുന്നതിനും നയിക്കുന്നതിനും നാം പഠിക്കും. ഈ യാത്ര തുടരുമ്പോൾ ഓർക്കുക, നിങ്ങളുടെ മനസ്സിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണ മാത്രമല്ല, ലോകവുമായുള്ള നിങ്ങളുടെ ആശയവിനിമയവും മാറ്റുന്നതിന്റെ വക്കിലാണ് നിങ്ങൾ. പാത ഒരുക്കിയിട്ടുണ്ട്, ഇപ്പോൾ അത് നിങ്ങൾക്ക് നടക്കേണ്ട സമയമാണ്. അധ്യായം 2. ചിന്തയുടെ ശാസ്ത്രം. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നതിനെക്കുറിച്ചുള്ള ആകർഷകമായ മേഖലയിലേക്ക് നാം കടക്കുന്ന അധ്യായം 2ലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ ശക്തി പ്രയോജനപ്പെടുത്തുന്നതിന് നിങ്ങളുടെ ചിന്തകൾ എങ്ങനെ നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്നു എന്ന് മനസ്സിലാക്കുന്നത് ഒരു മൂലക്കല്ലാണ്. ചിന്തയുടെ അടിസ്ഥാനം. ചിന്തകൾ വെറും ക്ഷണികമായ അസ്പഷ്ടമായ ഘടകങ്ങളല്ല, അവ ഊർജത്തിന്റെ യഥാർത്ഥ ശക്തികളാണ്. നിങ്ങൾ സൃഷ്ടിക്കുന്ന ഓരോ ചിന്തയും നിങ്ങളുടെ തലച്ചോറിലൂടെ ഒരു തരംഗമുണ്ടാക്കുകയും ജൈവരാസപ്രവർത്തനങ്ങളുടെ ഒരു ശ്രേണി സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഈ പ്രതിപ്രവർത്തനങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും വികാരങ്ങളെയും സ്വാധീനിക്കുകയും പിന്നീട് നിങ്ങളുടെ തീരുമാനങ്ങളെയും പ്രവർത്തനങ്ങളെയും ബാധിക്കുകയും ചെയ്യുന്നു. ശാസ്ത്രീയ ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് പോസിറ്റീവ് ചിന്തകൾ തലച്ചോറിന്റെ സമ്മർദ്ദ സിഗ്നലുകളെ ശാന്തമാക്കാനും ശാന്തതയുമായും വ്യക്തതയുമായും ബന്ധപ്പെട്ട മസ്തിഷ്ക പ്രവർത്തനം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു എന്നാണ്. നേരെ മറിച്ച് നെഗറ്റീവ് ചിന്തകൾക്ക് വിധിന്യായത്തെ മറയ്ക്കാനും കോർട്ടിസോൾ പോലുള്ള സ്ട്രെസ് ഹോർമോണുകളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാനും കഴിയും. ന്യൂറോണുകളും ന്യൂറോപ്ലാസ്റ്റിസിറ്റിയും. തലച്ചോറിന്റെ അടിസ്ഥാന പ്രവർത്തന യൂണിറ്റുകളായ ന്യൂറോണുകൾ വൈദ്യുത രാസ സിഗ്നലുകളിലൂടെ പരസ്പരം ആശയവിനിമയം നടത്തുന്നു. നിങ്ങളൊരു ചിന്ത ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഒരു ന്യൂറൽ അഗ്നി സ്പർശിക്കുന്നു. സ്ഥിരമായ ചിന്തകളും ശീലങ്ങളും ന്യൂറോണുകളുടെ ഒരു ശൃംഖലയിലെ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നു. ഇതിനെ സിനാപ്റ്റിക് പ്ലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ലളിതമായി ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നു. ഇതിനർത്ഥം നിങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ കൂടുതൽ ചിന്തിക്കുമ്പോൾ ശക്തമായ ന്യൂറോൺ കണക്ഷനുകൾ കാരണം ആ ചിന്തകൾ കൂടുതൽ എളുപ്പമാകുന്നു. ചിന്തകളും യാഥാർത്ഥ്യവും. ഒരാളുടെ മാനസിക സംഭാഷണം ഒരാളുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. എനിക്ക് വിജയിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ നിരന്തരം ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തലച്ചോർ ഈ വിശ്വാസ സമ്പ്രദായത്തിലേക്ക് സ്വയം വ്യവസ്ഥപ്പെടുത്തും. ഇത് പരാജയ ഭയം കാരണം അവസരങ്ങൾ പിന്തുടരാനുള്ള സാധ്യത കുറയ്ക്കും. നേരെ മറിച്ച് എനിക്ക് കഴിയും, ഞാൻ ചെയ്യും എന്നൊരു മനോഭാവം നിങ്ങൾ നിലനിർത്തുകയാണെങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും വിജയസാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇത് മനഃശാസ്ത്രത്തിലെ സ്വയം പൂർത്തീകരിക്കുന്ന പ്രവചന സിദ്ധാന്തവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. വൈജ്ഞാനിക വികൃതികൾ. നമ്മുടെ മനസ്സുകൾ പലപ്പോഴും വൈജ്ഞാനിക വികൃതികളുടെ പാറ്റേണുകളിലേക്ക് വീഴുന്നു. അമിതമായ സാമാന്യവൽക്കരണം അല്ലെങ്കിൽ കറുപ്പും വെളുപ്പും ചിന്തകൾ പോലുള്ള ആശയങ്ങൾ നമ്മുടെ ലോകത്തെക്കുറിച്ചുള്ള ധാരണയെ വളച്ചൊടിക്കുകയും നെഗറ്റീവ് ചിന്തയുടെ ഒരു ചക്രത്തിൽ നമ്മെ കുടുക്കുകയും ചെയ്യും. ഈ വികൃതികളെ തിരിച്ചറിയുകയും തിരുത്തുകയും ചെയ്യുന്നത് പ്രധാനമാണ്. ഈ പ്രശ്നകരമായ ചിന്താരീതികളെ വെല്ലുവിളിക്കുകയും അവയെ കൂടുതൽ സന്തുലിതവും യാഥാർത്ഥ്യബോധമുള്ളതുമായ ചിന്തകൾ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ വൈകാരിക ക്ഷേമത്തെയും പ്രവർത്തനങ്ങളെയും ഗണ്യമായി മാറ്റാൻ കഴിയും. ചിന്താ തിരുത്തലിന്റെ ശക്തി. ചിന്താ തിരുത്തലിൽ നെഗറ്റീവ് ചിന്തകളെ ബോധപൂർവം പോസിറ്റീവ് ചിന്തകൾ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുന്നത് ഉൾപ്പെടുന്നു. ഇത് തുടക്കത്തിൽ നിർബന്ധിതമായി തോന്നിയേക്കാം, പക്ഷേ പതിവ് പരിശീലനത്തിലൂടെ ഇത് കൂടുതൽ സ്വാഭാവികമാകും. നെഗറ്റീവുകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ബോധപൂർവം പോസിറ്റീവുകളിലോ പ്രശ്നങ്ങളിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിക്കുക. ചിന്താശാസ്ത്രം നടപ്പിലാക്കുന്നതിനുള്ള പ്രായോഗിക ഘട്ടങ്ങൾ. 1. അവബോധം. നിങ്ങളുടെ ചിന്തകളെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകാൻ ശ്രമിക്കുക. ഒരു ചിന്താ ഡയറി സൂക്ഷിക്കുന്നത് ഫലപ്രദമായ ഒരു മാർഗമാണ്. 2. വെല്ലുവിളി. ചിന്തകളുടെ സാധുതയെയും ഉൽപാദനക്ഷമതയെയും ചോദ്യം ചെയ്യുക. നിങ്ങൾ ചിന്തിക്കുന്നതിന് യഥാർത്ഥ തെളിവുണ്ടോ, അല്ലെങ്കിൽ ഒരു കൂടുതൽ പോസിറ്റീവ് കാഴ്ചപ്പാട് തുല്യമായി സാധുതയുള്ളതാണോ എന്ന് സ്വയം ചോദിക്കുക. 3. മാറ്റിസ്ഥാപിക്കുക. നെഗറ്റീവ് ചിന്തകളെ പോസിറ്റീവ് ചിന്തകൾ ഉപയോഗിച്ച് ബോധപൂർവം മാറ്റിസ്ഥാപിക്കുക. ആ ന്യൂറൽ പാതകളെ ശക്തിപ്പെടുത്താൻ ഇത് പതിവായി പരിശീലിക്കുക. 4. ദൃശ്യവൽക്കരണം. നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ആഴത്തിലുള്ള സ്വാധീനവും ബന്ധവും ഉറപ്പാക്കാൻ നിങ്ങളുടെ പോസിറ്റീവ് ചിന്തകളുടെ ഫലങ്ങൾ ദൃശ്യവൽക്കരിക്കുക. 5. മനസ്സും ധ്യാനവും. ഈ പരിശീലനങ്ങൾ ക്ഷണികമായ ചിന്തകളിൽ നിന്ന് നിങ്ങളെ വേർപെടുത്താനും അവയെ നിങ്ങളുടെ മനസ്സിന്റെ ഉൽപ്പന്നങ്ങളായി മാത്രം കാണാനും സഹായിക്കുന്നു. നിങ്ങളുടെ ചിന്തകൾക്ക് പിന്നിലെ ശാസ്ത്രം മനസ്സിലാക്കുന്നത് അവയെ കൂടുതൽ ഫലപ്രദമായി നയിക്കാൻ നിങ്ങളെ അനുവദിക്കുന്നു. അവ നിങ്ങൾക്ക് എതിരെയല്ല,
മറിച്ച് നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നു. നാം മുന്നോട്ടു പോകുമ്പോൾ നിങ്ങളുടെ ചിന്തകളിൽ വൈദഗ്ധ്യം നേടുന്നത് അനന്തമായ സാധ്യതകൾ നേടുന്നതിന് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കുന്നതിനുള്ള ആദ്യപടിയാണെന്ന് ഓർക്കുക. ശക്തമായ മാനസിക രൂപാന്തരീകരണത്തിലേക്കുള്ള യാത്രയെ സ്വീകരിക്കുക. അധ്യായം 3. ഉപബോധ മനസ്സിന്റെ ഭാഷ. നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ ശക്തി എന്ന പുസ്തകത്തിന്റെ 3-ാം അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിൽ നാം ഉപബോധ മനസ്സിന്റെ നിഗൂഢവും എന്നാൽ ശക്തവുമായ ഭാഷയെക്കുറിച്ച് പഠിക്കുന്നു. ഈ ഭാഷ മനസ്സിലാക്കുന്നത് നിർണായകമാണ്. കാരണം നമ്മുടെ ഏറ്റവും പൂർണ്ണമായ സാധ്യതകൾ പുറത്തെടുക്കുന്നതിനായി നമ്മുടെ ആഴത്തിലുള്ള സ്വത്വവുമായി എങ്ങനെ ഫലപ്രദമായി ആശയവിനിമയം നടത്താം എന്നതിന്റെ അടിസ്ഥാനം ഇത് രൂപപ്പെടുത്തുന്നു. ഉപബോധ ആശയവിനിമയത്തിന്റെ സ്വഭാവം. നമ്മുടെ ഉപബോധ മനസ്സ് നമ്മുടെ ബോധമനസ്സിൽ നിന്ന് വ്യത്യസ്തമായി ആശയവിനിമയം നടത്തുന്നു. ബോധമനസ്സ് യുക്തിസഹവും ഘടനാപരവുമായ ഭാഷ ഇഷ്ടപ്പെടുമ്പോൾ ഉപബോധ മനസ്സ് വികാരങ്ങൾ, ചിത്രങ്ങൾ, ചിഹ്നങ്ങൾ എന്നിവ മനസ്സിലാക്കുന്നു. ഇത് യുക്തിസഹമായ ചിന്തയിലൂടെ യാഥാർത്ഥ്യത്തെ പ്രോസസ് ചെയ്യുന്നില്ല, മറിച്ച് കാഴ്ചകളിലൂടെയും വികാരങ്ങളിലൂടെയുമാണ്. നിങ്ങളുടെ ബോധപൂർവമായ അവബോധത്തിന്റെ ഉപരിതലത്തിനടിയിലെ ഒരു സമുദ്രമായി ഉപബോധ മനസ്സിനെ ദൃശ്യവൽക്കരിക്കുക. ഇത് വിശാലവും ആഴമുള്ളതുമാണ്. നിങ്ങളുടെ തലച്ചോറിന്റെ ഈ ഭാഗം തർക്കിക്കുകയോ യുക്തിസഹമായി ചിന്തിക്കുകയോ ചെയ്യുന്നില്ല. പകരം അത് നിങ്ങളുടെ ബോധമനസ്സിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ പിന്തുടരുന്നു. ഈ നിർദ്ദേശങ്ങൾ പലപ്പോഴും ഉപബോധ മനസ്സിനെ ഏറ്റവും നന്നായി മനസ്സിലാകുന്ന ഭാഷയിലൂടെയാണ് നൽകുന്നത്. വികാരങ്ങളും ദൃശ്യവൽക്കരണങ്ങളും. ഉപബോധ മനസ്സ് ഇൻപുട്ടുകളെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു? നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ ശക്തി ഉപയോഗപ്പെടുത്താൻ അത് ഇൻപുട്ടുകളെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന്, നിങ്ങൾ പതിവായി ഭയങ്ങളിലും അനിശ്ചിതത്വങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് ഇവയെ കൂടുതൽ ഉത്കണ്ഠയും ആശങ്കയും ഉണ്ടാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളായി വ്യാഖ്യാനിക്കുന്നു. മറുവശത്ത്, നിങ്ങളുടെ മനസ്സിന് സ്ഥിരീകരണങ്ങളും പോസിറ്റീവ് ചിത്രങ്ങളും നൽകുന്നത് ഒരു ശാക്തീകരിക്കപ്പെട്ടതും ശുഭാപ്തി വിശ്വാസമുള്ളതുമായ മനോഭാവത്തിലേക്ക് നയിക്കും. ഫലപ്രദമായ ആശയവിനിമയത്തിനുള്ള വിദ്യകൾ. 1. ലളിതവൽക്കരണം. ഉപബോധ മനസ്സ് ലളിതവും നേരിട്ടുള്ളതുമായ സന്ദേശങ്ങൾ ഇഷ്ടപ്പെടുന്നു. അവ്യക്തത നിറഞ്ഞ സങ്കീർണമായ ആശയങ്ങൾ നഷ്ടപ്പെട്ടു പോയേക്കാം. അതിനാൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെയും ലക്ഷ്യങ്ങളെയും വ്യക്തവും സംക്ഷിപ്തവുമായ കാഴ്ചപ്പാടുകളാക്കി മാറ്റുന്നത് പ്രയോജനകരമാണ്. 2. ദൃശ്യവൽക്കരണം. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വ്യക്തമായ വിശദാംശങ്ങളിൽ നേടിയെടുക്കുന്നത് സങ്കല്പിക്കുക. സാഹചര്യങ്ങൾ ദൃശ്യവൽക്കരിക്കുന്നത് അവയെ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഉറപ്പിക്കാൻ സഹായിക്കുന്നു. ഈ ലക്ഷ്യങ്ങൾ നേടുന്നത് സാധ്യമാണെന്ന് അത് വിശ്വസിക്കുന്നു. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു പൊതുപ്രഭാഷകനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വലിയതും ശ്രദ്ധിക്കുന്നതുമായ ഒരു സദസ്സിനു മുന്നിൽ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നത് പതിവായി ദൃശ്യവൽക്കരിക്കുക. 3. വൈകാരിക അനുരണനം. വൈകാരികമായി ചാർജ് ചെയ്ത സന്ദേശങ്ങൾക്ക് ഉപബോധ മനസ്സിൽ വലിയ സ്വാധീനമുണ്ട്. അത് സന്തോഷമോ ആവേശമോ ഭയമോ ആകട്ടെ, ശക്തമായ വികാരങ്ങൾ ഉപബോധ മനസ്സിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റാനും അതിനെ പ്രവർത്തനത്തിലേക്ക് നയിക്കാനും സഹായിക്കുന്നു. 4. ആവർത്തനം പഠനത്തെയും ഓർമ്മയെയും ശക്തിപ്പെടുത്തുന്നു. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, ആഗ്രഹങ്ങൾ, സ്ഥിരീകരണങ്ങൾ എന്നിവ പതിവായി ആവർത്തിക്കുന്നത് അവയെ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ആഴത്തിൽ പതിപ്പിക്കുന്നു. ആ ആഗ്രഹങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അതിനെ ഫലപ്രദമായി പ്രോഗ്രാം ചെയ്യുന്നു. ഉപബോധ ഭാഷ ഉപയോഗപ്പെടുത്തുന്നതിനുള്ള പ്രായോഗിക ഉദാഹരണങ്ങൾ. ദൈനംദിന സ്ഥിരീകരണങ്ങൾ. നിങ്ങളുടെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണങ്ങൾ ദിവസവും രാവിലെയും വൈകുന്നേരവും ഉച്ചത്തിൽ പറയുകയോ എഴുതുകയോ ചെയ്യുക. ഉദാഹരണത്തിന്, ഞാൻ ആത്മവിശ്വാസമുള്ളവനും കഴിവുള്ളവനുമാണ് എന്ന സ്ഥിരീകരണങ്ങൾ ആത്മാർത്ഥമായി ആവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉപബോധ മനോഭാവത്തെ ക്രമേണ മാറ്റാൻ കഴിയും. ദൃശ്യ ഓർമ്മപ്പെടുത്തൽ. നിങ്ങളുടെ ലക്ഷ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന ദൃശ്യ ഓർമ്മപ്പെടുത്തലുകൾ നിങ്ങളുടെ താമസസ്ഥലത്തോ ജോലിസ്ഥലത്തോ സ്ഥാപിക്കുക. വിഷൻ ബോർഡുകൾ മുതൽ പ്രധാന വാക്കുകളോ ചിഹ്നങ്ങളോ ഉള്ള ലളിതമായ പോസ്റ്റ് ഇറ്റ് നോട്ടുകൾ വരെയാകാം അത് നിങ്ങളുടെ അഭിലാഷങ്ങളുമായി പ്രതിധ്വനിക്കുന്നു. വികാരങ്ങൾ നിറഞ്ഞ ദൃശ്യവൽക്കരണങ്ങൾ. ദൃശ്യവൽക്കരണത്തെ വൈകാരിക ഇന്ധനവുമായി സംയോജിപ്പിക്കുക. ഉദാഹരണത്തിന്, നന്നായി ചെയ്ത ഒരു പ്രോജക്റ്റിന് ജോലിസ്ഥലത്ത് അഭിനന്ദനം ലഭിക്കുന്നത് സങ്കല്പിക്കുക. കയ്യടി, അഭിനന്ദനപരമായ ഹസ്തദാനം, നിങ്ങളുടെ ഉള്ളിൽ ഉയരുന്ന അഭിമാനം എന്നിവ അനുഭവിക്കുക. വൈകാരികമായി ചാർജ് ചെയ്ത ഈ ദൃശ്യവൽക്കരണം നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്കുള്ള ശക്തമായ സന്ദേശമാണ്. പതിവ് അവലോകനവും പ്രതിഫലനവും. നിങ്ങളുടെ ലക്ഷ്യങ്ങളെയും അവയുമായി ബന്ധപ്പെട്ട ദൃശ്യവൽക്കരണങ്ങളെയും സ്ഥിരീകരണങ്ങളെയും ദിവസവും അവലോകനം ചെയ്യാനും പ്രതിഫലിക്കാനും സമയം ചെലവഴിക്കുക. അവ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്ന് ചിന്തിക്കുക. നിങ്ങൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നതുമായി നന്നായി യോജിപ്പിക്കാൻ നിങ്ങളുടെ ദൃശ്യങ്ങളും വികാരങ്ങളും ക്രമീകരിക്കുക. നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ ഭാഷ മനസ്സിലാക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നത് ഉപയോഗിക്കാത്ത സാധ്യതകളിലേക്കുള്ള ഒരു പാലമാണ്. നിങ്ങൾ ആന്തരികമായി ആശയവിനിമയം നടത്തുന്നത് കൂടുതൽ മെച്ചപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ ബാഹ്യലോകം നിങ്ങളുടെ അഗാധമായ ആഗ്രഹങ്ങളുമായി കൂടുതൽ യോജിക്കും. ഇത് അഭൂതപൂർവമായ വ്യക്തിഗത വളർച്ചയ്ക്കും നേട്ടങ്ങൾക്കും വഴിയൊരുക്കും. നിങ്ങളുടെ ജീവിതത്തിന്റെ തുടർന്നുള്ള അധ്യായങ്ങളിൽ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഉപബോധ മനസ്സുമായി ആശയവിനിമയം മെച്ചപ്പെടുത്തുന്നതും രൂപപ്പെടുത്തുന്നതുമായ പോസിറ്റീവ് വിശ്വാസങ്ങൾ വളർത്തുന്നതിനുള്ള നിർണായക ദൗത്യത്തിലേക്ക് നാം അടുത്ത അധ്യായത്തിൽ കടക്കുന്നു. നിങ്ങളിലെ അനന്തമായ സാധ്യതകളെ ഉണർത്താൻ നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം. അധ്യായം 4.
പോസിറ്റീവ് വിശ്വാസങ്ങൾ വളർത്തുക. പോസിറ്റീവ് വിശ്വാസങ്ങൾ വളർത്തുന്നതിനെക്കുറിച്ചുള്ള അധ്യായം 4 സ്വാഗതം. നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ പരമാവധി സാധ്യതകൾ തുറക്കുന്നതിനുള്ള നിങ്ങളുടെ യാത്രയിലെ ഒരു നിർണായക ചുവടുവെപ്പായി ഈ അധ്യായം രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. പോസിറ്റീവ് വിശ്വാസങ്ങൾ വെറും നല്ല ചിന്തകളല്ല, അവ വിജയത്തിന്റെയും സന്തോഷത്തിന്റെയും സംതൃപ്തിയുടെയും ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിനുള്ള അടിസ്ഥാനമാണ്. വിശ്വാസങ്ങളെ മനസ്സിലാക്കുന്നു. മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഒരു വിശ്വാസം എന്താണെന്ന് വ്യക്തമാക്കാം. ഒരു വിശ്വാസം എന്നത് ഏതെങ്കിലും വ്യക്തിയിലോ വസ്തുവിലോ വിശ്വാസമോ ആത്മവിശ്വാസമോ അർപ്പിക്കുന്ന ഒരു മാനസികാവസ്ഥയോ ശീലമോ ആണ്. വ്യക്തിഗത മനഃശാസ്ത്രത്തിന്റെ കാര്യത്തിൽ വിശ്വാസങ്ങൾ പലപ്പോഴും നമ്മുടെ പെരുമാറ്റത്തെയും മനോഭാവങ്ങളെയും ഗണ്യമായി സ്വാധീനിക്കുന്ന ആഴത്തിൽ വേരൂന്നിയ ചിന്താരീതികളാണ്. പോസിറ്റീവ് വിശ്വാസങ്ങളുടെ ശക്തി. പോസിറ്റീവ് വിശ്വാസങ്ങൾ നമ്മെ ശാക്തീകരിക്കുന്നു. അവ ലോകത്തെയും നമ്മളെയും കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെ രൂപപ്പെടുത്തുന്നു. നമ്മുടെ പ്രവർത്തനങ്ങളെയും അതിലൂടെ നമ്മുടെ ഫലങ്ങളെയും സ്വാധീനിക്കുന്നു. ഉദാഹരണത്തിന്, നിങ്ങൾ കഴിവുള്ളവനും സമർത്ഥനും വിജയത്തിന് അർഹനുമാണെന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ആ വിശ്വാസവുമായി യോജിക്കും. ഇത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ഘട്ടം 1. നെഗറ്റീവ് വിശ്വാസങ്ങൾ തിരിച്ചറിയുക. പോസിറ്റീവ് വിശ്വാസങ്ങൾ വളർത്തുന്നതിനുള്ള ആദ്യപടി നിങ്ങളുടെ നെഗറ്റീവ് വിശ്വാസങ്ങളെ തിരിച്ചറിയുകയും അവയെ അഭിസംബോധന ചെയ്യുക എന്നതുമാണ്. ഇവ പലപ്പോഴും ഉപബോധ മനസ്സിൽ മറഞ്ഞിരിക്കുന്നു. സ്വയം പ്രതിഫലനത്തിലൂടെയോ മറ്റുള്ളവരിൽ നിന്നുള്ള പ്രതികരണത്തിലൂടെയോ പുറത്തു വന്നേക്കാം. ഞാൻ അത്ര നല്ലവനല്ല, എനിക്ക് ഇത് കൈകാര്യം ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ എനിക്ക് സന്തോഷത്തിന് അർഹതയില്ല തുടങ്ങിയ ചിന്തകൾ സാധാരണ നെഗറ്റീവ് വിശ്വാസങ്ങളിൽ ഉൾപ്പെടുന്നു. ഘട്ടം 2. നെഗറ്റീവ് വിശ്വാസങ്ങളെ വെല്ലുവിളിക്കുക. നിങ്ങളൊരു നെഗറ്റീവ് വിശ്വാസം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ വെല്ലുവിളിക്കുക. ഇത് ശരിക്കും സത്യമാണോ എന്ന് സ്വയം ചോദിക്കുക. ഈ വിശ്വാസത്തെ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന തെളിവുകൾക്കായി തിരയുക. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് പൊതുപ്രസംഗത്തിൽ കഴിവില്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ മുമ്പ് മറ്റുള്ളവരുടെ മുന്നിൽ വിജയകരമായി സംസാരിച്ച സന്ദർഭങ്ങളോ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഫലപ്രദമായി ആശയവിനിമയം നടത്തിയ സന്ദർഭങ്ങളോ സ്വയം ഓർമ്മിപ്പിക്കുക. ഘട്ടം 3. പോസിറ്റീവ് വിശ്വാസങ്ങൾ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുക. നിങ്ങളുടെ നെഗറ്റീവ് വിശ്വാസങ്ങളെ വെല്ലുവിളിച്ച ശേഷം അവയെ പോസിറ്റീവ് വിശ്വാസങ്ങൾ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കേണ്ട സമയമാണിത്. ഇത് നിങ്ങളെ നന്നായി സഹായിക്കുന്ന വിശ്വാസങ്ങളെ ബോധപൂർവം തിരഞ്ഞെടുക്കുകയും അവയെ പതിവായി ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നത് ഉൾപ്പെടുന്നു. ഉദാഹരണത്തിന്, എനിക്ക് പൊതുപ്രസംഗത്തിൽ കഴിവില്ല എന്നതിനു പകരം ഞാൻ പരിശീലിക്കുമ്പോൾ ഓരോ തവണയും എന്റെ പൊതുപ്രസംഗ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നു എന്ന് ഉപയോഗിക്കുക. ഘട്ടം 4. ആവർത്തനത്തിലൂടെ ശക്തിപ്പെടുത്തുക. ഈ പുതിയ പോസിറ്റീവ് വിശ്വാസങ്ങളെ ശക്തിപ്പെടുത്തുന്നത് നിർണായകമാണ്. പ്രത്യേകിച്ച് രാവിലെ നിങ്ങളുടെ മനസ്സ് ഏറ്റവും സ്വീകാര്യമായിരിക്കുമ്പോൾ നിങ്ങളുടെ പുതിയ വിശ്വാസങ്ങൾ സ്വയം പതിവായി ആവർത്തിക്കുക. എനിക്ക് പൊതുവായി സംസാരിക്കാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ ഓരോ ദിവസവും എല്ലാ അർത്ഥത്തിലും ഞാൻ കൂടുതൽ മികച്ചതായിക്കൊണ്ടിരിക്കുന്നു പോലുള്ള പോസിറ്റീവ് സ്ഥിരീകരണങ്ങൾ ഉപയോഗിക്കുക. പ്രായോഗിക പ്രയോഗം. ദൃശ്യവൽക്കരണം. പോസിറ്റീവ് വിശ്വാസങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു ശക്തമായ ഉപകരണമാണ് ദൃശ്യവൽക്കരണം. നിങ്ങളുടെ പുതിയ വിശ്വാസങ്ങളെ പ്രതിഫലിക്കുന്ന രീതിയിൽ നിങ്ങൾ പെരുമാറുന്നത് ദൃശ്യവൽക്കരിക്കുക. നിങ്ങളുടെ പോസിറ്റീവ് വിശ്വാസം ഒരു ആത്മവിശ്വാസമുള്ള പൊതുപ്രഭാഷകനാകുക എന്നതാണെങ്കിൽ, ഒരു വലിയ സദസ്സിനു മുന്നിൽ ശാന്തമായും നിയന്ത്രണത്തിലുമായി ആത്മവിശ്വാസത്തോടെയും മനോഹരമായും സംസാരിക്കുന്നത് പതിവായി ദൃശ്യവൽക്കരിക്കുക. യഥാർത്ഥ ജീവിത ഉദാഹരണം. തോമസ് എഡിസണെ കുറിച്ച് ചിന്തിക്കുക. അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തത്തിനുള്ള കഴിവിലുള്ള പോസിറ്റീവ് വിശ്വാസങ്ങൾ അദ്ദേഹത്തിന്റെ വിജയത്തിന് ഗണ്യമായി സംഭാവന നൽകി. നിരവധി പരാജയങ്ങൾക്കിടയിലും എഡിസൺ തന്റെ കഴിവുകളിൽ വിശ്വാസം നിലനിർത്തുകയും ഇലക്ട്രിക് ലൈറ്റ് ബൾബിന്റെ നിർമ്മാണത്തിൽ സ്ഥിരമായി പ്രവർത്തിക്കുകയും ചെയ്തു. വിജയിക്കാനുള്ള തന്റെ സാധ്യതയിലുള്ള അദ്ദേഹത്തിന്റെ പോസിറ്റീവ് വിശ്വാസം സ്ഥിരത വളർത്തി. അത് അദ്ദേഹത്തിന്റെ ആത്യന്തിക വിജയത്തിലേക്ക് നയിച്ചു. പോസിറ്റീവ് വിശ്വാസങ്ങൾ വളർത്തുക എന്നത് ജീവിതത്തിലെ വെല്ലുവിളികളെയും ബുദ്ധിമുട്ടുകളെയും നിഷേധിക്കുന്നതിനെ കുറിച്ചല്ല, പകരം നമ്മെ ശാക്തീകരിക്കുന്നതും പ്രേരിപ്പിക്കുന്നതുമായ വിശ്വാസങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനെ കുറിച്ചാണ്. നമ്മുടെ വിശ്വാസങ്ങളെ തിരിച്ചറിയുകയും പുനർനിർമ്മിക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മുടെ ഉപബോധ മനസ്സിൽ വലിയ സാധ്യതകൾ നാം തുറക്കുന്നു. ഇത് കൂടുതൽ വിജയകരവും സംതൃപ്തവുമായ ജീവിതത്തിന് വഴിയൊരുക്കുന്നു. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വിശ്വാസങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നതെന്ന് ഓർക്കുക. നിങ്ങളെ മികച്ച വ്യക്തിത്വമാക്കി മാറ്റുന്ന വിശ്വാസങ്ങൾ തിരഞ്ഞെടുക്കുക. ഈ അധ്യായം അവസാനിപ്പിക്കുമ്പോൾ നൽകിയിട്ടുള്ള ഉപകരണങ്ങളും ഉദാഹരണങ്ങളും നിങ്ങൾ കൂടെ കൊണ്ടുപോകുക. നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ ഫലഭൂയിഷ്ഠമായ മണ്ണിൽ പോസിറ്റീവ് വിശ്വാസങ്ങളുടെ ഒരു തോട്ടം വളർത്താൻ ആരംഭിക്കുക. അധ്യായം 5. വിജയം ദൃശ്യവൽക്കരിക്കുക. ദൃശ്യവൽക്കരണത്തിന്റെ രൂപാന്തരീകരണ ശക്തിയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്താനും നിങ്ങളുടെ ഭാവിയെ വിജയത്തിലേക്ക് നയിക്കാനും നിങ്ങളുടെ അനന്തമായ മനസ്സിനെ ഉപയോഗപ്പെടുത്തുന്ന ഒരു ഉപകരണം. മൈക്കിൾ ജോർദാൻ പോലുള്ള അത്ലറ്റുകൾ മുതൽ ഓപ്ര വിൻഫ്രെ പോലുള്ള സംരംഭകർ വരെ നിരവധി പ്രമുഖ വ്യക്തികൾ തങ്ങളുടെ വിജയത്തിന്റെ ഒരു പ്രധാന ഘടകമായി ദൃശ്യവൽക്കരണത്തെ കണക്കാക്കുന്നു. ഈ അധ്യായത്തിൽ നിങ്ങളുടെ അഗാധമായ ആഗ്രഹങ്ങളെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്ന ഈ ശക്തമായ ഉപകരണം ഉപയോഗപ്പെടുത്തുന്നതിനുള്ള രീതികളും പരിശീലനങ്ങളും നാം പഠിക്കും. ദൃശ്യവൽക്കരണത്തിന്റെ സംവിധാനം. ദൃശ്യവൽക്കരണം വെറും പകൽ സ്വപ്നം കാണലല്ല. ഇത് നിങ്ങളുടെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും
ഇതിനകം നേടിയെടുത്തതായി മാനസിക ചിത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിന്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ച ബോധപൂർവമായ ആവർത്തിച്ചുള്ള ഒരു പരിശീലനമാണ്. നിങ്ങളുടെ മനസ്സിൽ സമ്പന്നവും വിശദവുമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചാണിത്. അവിടെ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയിരിക്കുന്നു. ഈ മാനസിക പരിശീലനം യഥാർത്ഥത്തിൽ പ്രവർത്തനം നടത്തുന്ന അതേ ന്യൂറൽ ശൃംഖലകളെ ഉത്തേജിപ്പിക്കുന്നു. അതുവഴി പെരുമാറ്റത്തെയും ഫലത്തെയും ശക്തിപ്പെടുത്തുന്നു. ഇതൊന്ന് സങ്കല്പിക്കുക. ഓരോ തവണയും നിങ്ങൾ ദൃശ്യവൽക്കരിക്കുമ്പോൾ നിങ്ങൾ ഒരു വിശ്വാസത്തിന്റെ പാളി സ്ഥാപിക്കുന്നു. നിങ്ങളുടെ വിജയം സാധ്യമല്ലെന്ന് മാത്രമല്ല, അത് അനിവാര്യമാണെന്ന ആശയത്തെ ശക്തിപ്പെടുത്തുന്നു. ഈ വിശ്വാസം സാവധാനം നിങ്ങളുടെ ഉപബോധ മനസ്സിൽ വ്യാപിക്കുന്നു. അത് നിങ്ങൾ നൽകിയ കാഴ്ചപ്പാടുമായി നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ വിന്യസിക്കാൻ അശ്രാന്തമായി പ്രവർത്തിക്കുന്നു. ദൃശ്യവൽക്കരണം എങ്ങനെ പ്രവർത്തിക്കുന്നു? നിങ്ങളുടെ മനസ്സ്, പ്രത്യേകിച്ച് നിങ്ങളുടെ ഉപബോധ മനസ്സ്, വാക്കുകളിലൂടെ മാത്രമല്ല ചിത്രങ്ങളിലൂടെയും വികാരങ്ങളിലൂടെയും ആശയവിനിമയം നടത്തുന്നു. നിങ്ങളുടെ വിജയത്തിന്റെ വ്യക്തവും ആകർഷകവുമായ ഒരു ചിത്രം സൃഷ്ടിക്കുന്നതിലൂടെ ആ വിജയത്തിന്റെ വൈകാരിക അനുരണനത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു. ഇത് നിങ്ങളുടെ ഉദ്ദേശ്യങ്ങൾക്ക് ശക്തി നൽകുന്നു. ഈ വൈകാരിക അനുരണനം നിർണായകമാണ്, കാരണം ഇത് നിങ്ങളുടെ മസ്തിഷ്കത്തിന് ആ ഫലം യഥാർത്ഥമാണെന്നും നേടേണ്ടതാണെന്നും സൂചിപ്പിക്കുന്നു. 1. വ്യക്തതയും വിശദാംശങ്ങളും. ഒരു പുതിയ ജോലിയോ വ്യക്തിഗത നേട്ടമോ മെച്ചപ്പെട്ട ബന്ധങ്ങളോ ആകട്ടെ, വിജയം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വ്യക്തമായി നിർവചിക്കുന്നതിൽ നിന്ന് ആരംഭിക്കുക. നിങ്ങളുടെ കാഴ്ചപ്പാട് എത്രത്തോളം വിശദമാണോ അത്രത്തോളം നല്ലത്. 2. സ്ഥിരത പ്രധാനമാണ്. പതിവ് പരിശീലനം നിങ്ങളുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ മസ്തിഷ്കത്തിലെ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നു. ദൃശ്യവൽക്കരണം ഒരു ദൈനംദിന ആചാരമാക്കുക, ഒരുപക്ഷെ ഓരോ രാവിലെയും അല്ലെങ്കിൽ ഉറങ്ങുന്നതിനു മുമ്പ്. 3. വൈകാരിക ഇടപെടൽ. നിങ്ങളുടെ വിജയത്തോടൊപ്പം ഉണ്ടാകുന്ന സന്തോഷം, അഭിമാനം, സംതൃപ്തി എന്നിവ അനുഭവിക്കുക. ഈ വികാരങ്ങൾ നിങ്ങളുടെ മസ്തിഷ്കത്തിന്റെ പ്രചോദന സർക്യൂട്ടുകളെ പ്രവർത്തനക്ഷമമാക്കുകയും യഥാർത്ഥ ലോക പ്രവർത്തനത്തിന് നിങ്ങളെ സജ്ജമാക്കുകയും ചെയ്യുന്നു. പ്രായോഗിക ദൃശ്യവൽക്കരണ വ്യായാമങ്ങൾ. സിനിമ ടെക്നിക്. ഒരു സിനിമയിലെ നായകനായി സ്വയം സങ്കല്പിക്കുക. നിങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം നേടുന്നതിനെ ചുറ്റിപ്പറ്റിയാണ് കഥ നടക്കുന്നത്. വ്യക്തമായ വിശദാംശങ്ങളിൽ ഇത് കാണുക. ചുറ്റുപാട്, സംഭാഷണങ്ങൾ, നിങ്ങളുടെ വികാരങ്ങൾ, ഫലം. തുടക്കം മുതൽ സന്തോഷകരമായ അവസാനം വരെ അത് കഴിയുന്നത്ര യഥാർത്ഥവും വിശദവുമാക്കുക. വിജയ റീപ്ലേ. മുൻകാല വിജയത്തെക്കുറിച്ച് ചിന്തിക്കുക. എത്ര ചെറുതായാലും നിങ്ങളുടെ മനസ്സിൽ അത് വീണ്ടും പ്ലേ ചെയ്യുക, പക്ഷേ അത് മെച്ചപ്പെടുത്തുക. വിജയത്തെ വലുതും മികച്ചതുമാക്കുക. ഇത് നിങ്ങളുടെ മാനസികാവസ്ഥ വർദ്ധിപ്പിക്കുക മാത്രമല്ല, നിങ്ങളുടെ ആത്മവിശ്വാസം ശക്തിപ്പെടുത്തുകയും വലിയ വിജയങ്ങൾക്ക് നിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ദൈനംദിന വിജയ പ്രവചനം. ഓരോ രാവിലെയും നിങ്ങളുടെ ദിവസം എങ്ങനെ പോകണമെന്ന് ദൃശ്യവൽക്കരിക്കുക. ജോലികൾ കീഴടക്കുന്നത്, വെല്ലുവിളികളെ മനോഹരമായി കൈകാര്യം ചെയ്യുന്നത്, ദിവസം വിജയകരമായി അവസാനിപ്പിക്കുന്നത് എന്നിവ കാണുക. ഇത് ദിവസത്തിന് ഒരു പോസിറ്റീവ് മനോഭാവം നൽകുകയും നിങ്ങളുടെ ഉപബോധ മനസ്സിനെ ഉൽപാദനക്ഷമതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ദൃശ്യവൽക്കരണം പ്രവർത്തനത്തിൽ. യഥാർത്ഥ ലോക ഉദാഹരണങ്ങൾ. കായിക താരം. ഒരു പ്രൊഫഷണൽ ഗോൾഫർക്ക് മികച്ച സ്വിംഗ്, പന്തിന്റെ പാത, അത് ദ്വാരത്തിനടുത്ത് ഇറങ്ങുന്നത് എന്നിവ ദൃശ്യവൽക്കരിക്കാൻ കഴിയും. അവർ ഈ ചിത്രം നിരവധി തവണ ആവർത്തിക്കുന്നു, ചലനങ്ങളും ഫലങ്ങളും നേടാനാകുന്നതും പതിവുള്ളതുമായി തോന്നുന്നതുവരെ. പ്രൊഫഷണൽ. ഒരു യുവ പ്രൊഫഷണൽ ഒരു ബോർഡ് റൂമിലേക്ക് നടന്നു ചെന്ന് ആകർഷകമായ ഒരു അവതരണം നൽകി സഹപ്രവർത്തകരിൽ നിന്ന് കയ്യടി സ്വീകരിക്കുന്നത് ദൃശ്യവൽക്കരിക്കുന്നു. ഈ മാനസിക പരിശീലനം അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും യഥാർത്ഥ സാഹചര്യമുണ്ടാകുമ്പോൾ അവരുടെ പ്രകടനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ദൃശ്യവൽക്കരണത്തിലെ വെല്ലുവിളികൾ. പ്രധാന വെല്ലുവിളി സ്ഥിരതയും വിശ്വാസവുമാണ്. ലക്ഷ്യങ്ങൾ അഭിലാഷങ്ങളാണെങ്കിൽ പോലും സംശയം കടന്നു വന്നേക്കാം. നിങ്ങളുടെ ദൃശ്യവൽക്കരണത്തിന്റെ തോത് ക്രമേണ നിർമ്മിച്ച് ഇത് മറികടക്കുക. വിശ്വസനീയമായ വിജയങ്ങളിൽ നിന്ന് ആരംഭിച്ച് പ്രക്രിയയുമായുള്ള നിങ്ങളുടെ സൗകര്യം വളരുന്നതിനനുസരിച്ച് വ്യാപ്തി വികസിപ്പിക്കുക. കൂടാതെ ദൃശ്യവൽക്കരണത്തെ പോസിറ്റീവ് സ്ഥിരീകരണങ്ങളുമായി ജോഡിയാക്കുന്നത് നിങ്ങളുടെ വിശ്വാസ സമ്പ്രദായത്തെ ഫലപ്രദമായി ശക്തിപ്പെടുത്തും. ദൃശ്യവൽക്കരണം ഒരു മാന്ത്രിക വഴിയല്ല, മറിച്ച് ആഴത്തിലുള്ള ദീർഘകാല നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഒരു തന്ത്രപരമായ ഉപകരണമാണ്. ഈ പരിശീലനം നിങ്ങളുടെ ദൈനംദിന ദിനചര്യയിൽ ഉൾപ്പെടുത്തുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങളെ ഗണ്യമായി മുന്നോട്ട് കൊണ്ടുപോകും. നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ വിജയം സങ്കല്പിക്കുക. നിങ്ങളുടെ ഉപബോധ മനസ്സിനെ യാഥാർത്ഥ്യമൊരുക്കാൻ അനുവദിക്കുക. വിജയത്തിലേക്ക് ദൃശ്യവൽക്കരിക്കാനുള്ള സമയമാണിത്. അധ്യായം 6. വൈകാരിക നിയന്ത്രണം നേടുക. നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ ശക്തി എന്ന പുസ്തകത്തിന്റെ 6ാം അധ്യായത്തിലേക്ക് സ്വാഗതം. ഇവിടെ നാം വൈകാരിക നിയന്ത്രണം നേടുക എന്ന നിർണായകമായ വശത്തിലേക്ക് കടക്കുന്നു. വികാരങ്ങൾ നമ്മുടെ ഉള്ളിലെ ശക്തമായ ശക്തികളാണ്. അവയ്ക്ക് നമ്മെ മുന്നോട്ട് നയിക്കാനോ പിന്നോട്ട് വലിക്കാനോ കഴിയും. നമ്മുടെ വൈകാരിക പ്രതികരണങ്ങളിൽ നിയന്ത്രണം നേടുന്നതിലൂടെ സ്ഥിരമായ വ്യക്തിഗത വളർച്ചയ്ക്കും മാനസിക പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും നാം വഴിയൊരുക്കുന്നു. വികാരങ്ങളുടെ സ്വഭാവം. ആദ്യം, നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളോടുള്ള സ്വാഭാവിക പ്രതികരണങ്ങളാണ് വികാരങ്ങൾ എന്ന് മനസ്സിലാക്കുക. അവ സ്വയം നല്ലതോ ചീത്തയോ അല്ല, മറിച്ച് നാം അവയെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് നമ്മുടെ അനുഭവങ്ങളെ രൂപപ്പെടുത്തുന്നത്. വികാരങ്ങളോട് നമ്മൾ അപ്രതീക്ഷിതമായി പ്രതികരിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ദീർഘകാല ലക്ഷ്യങ്ങളുമായി യോജിക്കാത്ത തീരുമാനങ്ങൾ നാം എടുക്കുന്നു. നേരെ മറിച്ച് നമ്മുടെ വികാരങ്ങളോട് ചിന്താപൂർവം പ്രതികരിക്കുന്നത് നമ്മുടെ ആഴത്തിലുള്ള മൂല്യങ്ങളുമായി യോജിക്കുന്ന തീരുമാനങ്ങൾ എടുക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നു.
വൈകാരിക അവബോധം. വൈകാരിക നിയന്ത്രണത്തിലേക്കുള്ള യാത്ര അവബോധത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. വിധി കൂടാതെ നിങ്ങളുടെ വികാരങ്ങളെ നിരീക്ഷിക്കാൻ ആരംഭിക്കുക. ദേഷ്യം, സങ്കടം, ഉത്കണ്ഠ തുടങ്ങിയ ചില വികാരങ്ങൾക്ക് എന്താണ് കാരണമാകുന്നതെന്ന് തിരിച്ചറിയുക. ഈ പരിശീലനത്തിൽ മൈൻഡ്ഫുൾനെസ് ഉൾപ്പെടുന്നു. അവിടെ നിങ്ങൾ നിലവിലെ നിമിഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നിങ്ങളുടെ വികാരങ്ങളെയും ശാരീരിക സംവേദനങ്ങളെയും തിരിച്ചറിയുകയും ചെയ്യുന്നു. നിങ്ങളുടെ വികാരങ്ങളുടെ പാറ്റേണുകളും അവ നിങ്ങളുടെ പെരുമാറ്റത്തിൽ ചെലുത്തുന്ന സ്വാധീനവും തിരിച്ചറിയുക. ശ്വാസമെടുക്കാനുള്ള വിദ്യകൾ. ഒരു തീവ്രമായ വികാരം ഉണരുമ്പോൾ നിങ്ങളുടെ ശരീരം പ്രതികരിക്കുന്നു. ഹൃദയമിടിപ്പ് കൂടുന്നു, ശ്വാസം വേഗത്തിലാക്കുന്നു, പേശികൾ മുറുകുന്നു. നിയന്ത്രണം വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ഒരു ശക്തമായ ഉപകരണമായ ശ്വാസമെടുക്കലിലേക്ക് നമുക്ക് തിരിയാം. 4, 7, 8 രീതി പരീക്ഷിക്കുക. 4 സെക്കൻഡ് സാവധാനത്തിൽ മൂക്കിലൂടെ ശ്വാസം എടുക്കുക. 7 സെക്കൻഡ് ശ്വാസം പിടിച്ചു നിർത്തുക. 8 സെക്കൻഡ് വായിലൂടെ ശ്വാസം പുറത്തുവിടുക. ഈ വിദ്യ നിങ്ങളുടെ നാഡീവ്യൂഹത്തെ ശാന്തമാക്കാൻ സഹായിക്കുക മാത്രമല്ല, നിങ്ങളുടെ വികാരത്തിന്റെ കാരണത്തിൽ നിന്ന് നിങ്ങളുടെ മനസ്സിനെ ശരീരത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യുന്നു. വൈജ്ഞാനിക പുനർനിർമ്മാണം. നമ്മുടെ ചിന്തകൾ നമ്മുടെ വികാരങ്ങളെ ഗണ്യമായി സ്വാധീനിക്കുന്നു. വൈജ്ഞാനിക പുനർനിർമ്മാണം എന്നത് യുക്തിരഹിതമോ ദോഷകരമോ ആയ ചിന്തകളെ വെല്ലുവിളിക്കുകയും മാറ്റുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. നെഗറ്റീവ് വികാരങ്ങളാൽ നിങ്ങൾ അതിരുകടന്നതായി കാണുമ്പോൾ സ്വയം ചോദിക്കുക, ഈ ചിന്ത വസ്തുതകളെ അടിസ്ഥാനമാക്കിയുള്ളതാണോ അതോ അനുമാനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണോ? ഈ സാഹചര്യത്തെ കൂടുതൽ നല്ല രീതിയിൽ കാണാൻ കഴിയുമോ? എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ മാറ്റാനോ മെച്ചപ്പെടുത്താനോ എനിക്ക് എന്ത് നടപടികൾ സ്വീകരിക്കാൻ കഴിയും? നിങ്ങളുടെ ചിന്തകളെ ചോദ്യം ചെയ്യുകയും ക്രമീകരിക്കുകയും ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വൈകാരിക പ്രതികരണങ്ങളെ കൂടുതൽ യുക്തിസഹവും പോസിറ്റീവുമാക്കി മാറ്റാൻ കഴിയും. വൈകാരിക പ്രതികരണ തന്ത്രങ്ങൾ വികസിപ്പിക്കുക. നിങ്ങളുടെ വികാരങ്ങളെയും അവയെ നയിക്കുന്ന ചിന്തകളെയും കുറിച്ച് നിങ്ങൾക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ വ്യക്തിഗത തന്ത്രങ്ങൾ വികസിപ്പിക്കുക. നിരാശ നിങ്ങൾക്ക് സാധാരണമായ ഒരു വികാരമാണെങ്കിൽ ഉണ്ടാകുമ്പോൾ സ്വീകരിക്കേണ്ട നടപടികൾ നിർവചിക്കുക. സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കുക. ഊർജം ഇല്ലാതാക്കാൻ ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാളുമായി നിങ്ങളുടെ വികാരങ്ങൾ ചർച്ച ചെയ്യുക എന്നിവ ഇതിൽ ഉൾപ്പെട്ടേക്കാം. സഹാനുഭൂതി പരിശീലിക്കുക. നിയന്ത്രണം എന്നാൽ അടിച്ചമർത്തൽ എന്നല്ല അർത്ഥമാക്കുന്നത്. അതിനർത്ഥം മനസ്സിലാക്കുകയും ഉചിതമായി കൈകാര്യം ചെയ്യുകയും ചെയ്യുക എന്നതാണ്. മറ്റുള്ളവരുടെ വികാരങ്ങളെയും കാഴ്ചപ്പാടുകളെയും പരിഗണിച്ച് സഹാനുഭൂതി പരിശീലിക്കുക. ഈ പരിശീലനം തർക്കങ്ങൾ ലഘൂകരിക്കുക മാത്രമല്ല, നിങ്ങളുടെ കാഴ്ചപ്പാടിനെ സമ്പുഷ്ടമാക്കുകയും പെട്ടെന്നുള്ള വൈകാരിക പ്രതികരണങ്ങളെ മയപ്പെടുത്തുകയും ചെയ്യുന്നു. സ്ഥിരമായ പരിശീലനവും പ്രതിഫലനവും. വൈകാരിക നിയന്ത്രണം നേടുന്നത് ഒറ്റത്തവണത്തെ നേട്ടമല്ല, മറിച്ച് തുടർച്ചയായ ഒരു യാത്രയാണ്. പതിവ് പ്രതിഫലനം നിങ്ങളുടെ പുരോഗതി അളക്കാനും മെച്ചപ്പെടുത്തേണ്ട മേഖലകൾ മനസ്സിലാക്കാനും സഹായിക്കുന്നു. നിങ്ങൾ നേരിട്ട വൈകാരിക വെല്ലുവിളികൾ, നിങ്ങൾ അവയെ എങ്ങനെ കൈകാര്യം ചെയ്തു, നിങ്ങൾ എന്താണ് പഠിച്ചത് എന്നിവ രേഖപ്പെടുത്താൻ ഒരു ഡയറി സൂക്ഷിക്കുക. ഈ തുടർച്ചയായ പരിശീലനം നിങ്ങൾ എല്ലായ്പ്പോഴും വലിയ വൈകാരിക ബുദ്ധിയിലേക്കും സ്വയം നിയന്ത്രണത്തിലേക്കും മുന്നോട്ടു പോകുന്നുവെന്ന് ഉറപ്പാക്കുന്നു. നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നത് അവയെ അടിച്ചമർത്തുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് അവയിലൂടെ അവബോധത്തോടും സഹാനുഭൂതിയോടും പ്രതിരോധശേഷിയോടും കൂടി സഞ്ചരിക്കുന്നതിനെക്കുറിച്ചാണ്. വൈകാരിക നിയന്ത്രണം നേടുന്നതിലൂടെ നിങ്ങളുടെ ക്ഷേമത്തെ പിന്തുണയ്ക്കുന്നതിനും നിങ്ങളുടെ ആഴത്തിലുള്ള മൂല്യങ്ങളുമായി യോജിക്കുന്ന ഒരു ജീവിതം നയിക്കാൻ സഹായിക്കുന്നതിനും നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ ശക്തമായ കഴിവ് നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. ഓർക്കുക, ഉപബോധ മനസ്സ് അത്യധികം സ്വാധീനമുള്ളതാണ്. നിങ്ങളുടെ വികാരങ്ങളെ ബുദ്ധിപൂർവം നയിക്കുന്നതിലൂടെ വിജയത്തിനും വ്യക്തിഗത പൂർത്തീകരണത്തിനും അതിരുകളില്ലാത്ത സാധ്യതകൾ നിങ്ങൾ തുറക്കുന്നു. നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ വിശാലമായ കഴിവുകൾ കണ്ടെത്തുന്നത് തുടരുമ്പോൾ നമുക്ക് ഈ ജ്ഞാനം മുന്നോട്ട് കൊണ്ടുപോകാം. അധ്യായം 7 ശീലചക്രം. നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ ശക്തി എന്ന പുസ്തകത്തിന്റെ അധ്യായം 7ലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തെയും ആത്യന്തികമായി നമ്മുടെ വിധിയെയും രൂപപ്പെടുത്തുന്ന ഏറ്റവും നിർണായകമായ വശങ്ങളിലൊന്നായ ശീലചക്രത്തെ നാം പഠിക്കുന്നു. ശീലചക്രത്തെ മനസ്സിലാക്കുകയും അതിൽ വൈദഗ്ധ്യം നേടുകയും ചെയ്യുന്നത് നമ്മുടെ ഉപബോധ മനസ്സിന്റെ ശക്തിയെ ഉപയോഗപ്പെടുത്താൻ നമ്മെ പ്രാപ്തരാക്കുന്നു. ഇത് ആഴത്തിലുള്ള മാറ്റങ്ങളിലേക്കും വിജയത്തിലേക്കും നയിക്കുന്നു. ശീലങ്ങളുടെ സ്വഭാവം. ശീലങ്ങൾ നമ്മുടെ ബോധപൂർവമായ ചിന്ത കൂടാതെ യാന്ത്രികമായി ചെയ്യുന്ന ചെറിയ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളുമാണ്. ഊർജം ലാഭിക്കാനും പതിവായി ചെയ്യുന്ന ജോലികൾ എളുപ്പവും കാര്യക്ഷമവുമാക്കാനുമുള്ള തലച്ചോറിന്റെ ഒരു വഴിയാണവ. പല്ല് തേക്കുന്നതോ കാർ ഓടിക്കുന്നതോ സമ്മർദ്ദത്തോട് പ്രതികരിക്കുന്നതോ ആകട്ടെ, ഓരോന്നും ഒരു ശീലചക്രത്താൽ നിയന്ത്രിക്കപ്പെടുന്നു. ശീലചക്രത്തിന്റെ 3 ഘടകങ്ങൾ. ശീലചക്രത്തിൽ 3 പ്രധാന ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു. 1. ക്യൂ സൂചന. ഓട്ടോമാറ്റിക് മോഡിലേക്ക് പോകാൻ തലച്ചോറിനോട് പറയുകയും പെരുമാറ്റം ആരംഭിക്കുകയും ചെയ്യുന്ന ഒരു ട്രിഗർ. 2. റൂട്ടീൻ ദിനചര്യ. ശാരീരികമോ മാനസികമോ വൈകാരികമോ ആകാവുന്ന പെരുമാറ്റം. 3. റിവാർഡ് പ്രതിഫലം. പെരുമാറ്റവുമായി ബന്ധപ്പെട്ട നേട്ടം. ഈ പ്രത്യേക ചക്രം ഭാവിയിൽ ഓർമ്മിക്കാൻ തലച്ചോറിനെ സഹായിക്കുന്നു. ഈ ഘടകങ്ങൾ മനസ്സിലാക്കുന്നത് മോശം ശീലങ്ങൾ മാറ്റുന്നതിനോ ശക്തമായ പുതിയ ശീലങ്ങൾ വളർത്തുന്നതിനോ നമ്മെ സഹായിക്കും. എല്ലാം അവബോധത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ചക്രം തകർക്കുക. സൂചന.
നിങ്ങൾക്ക് സമ്മർദ്ദം അനുഭവപ്പെടുന്നുവെന്ന് കരുതുക. ഇത് പലപ്പോഴും നഖം കടിക്കുക അല്ലെങ്കിൽ ലഘുഭക്ഷണം കഴിക്കുക പോലുള്ള അബോധപൂർവമായ ശീലങ്ങളിലേക്ക് നയിക്കുന്ന ഒരു സൂചനയാണ്. ദിനചര്യ സൂചന തിരിച്ചറിയുന്നത് ദിനചര്യ മാറ്റാനുള്ള അവസരം നൽകുന്നു. നഖം കടിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ആഴത്തിൽ ശ്വാസമെടുക്കാനോ വേഗത്തിൽ നടക്കാനോ തിരഞ്ഞെടുക്കാം. പ്രതിഫലം ഈ പരിഷ്കരിച്ച ശീലത്തിലെ പ്രതിഫലം ശാന്തതയും സമ്മർദ്ദം കുറയുന്നതുമായിരിക്കും. പോസിറ്റീവ് ശീലം രൂപീകരണത്തിന്റെ ഉദാഹരണം. നിങ്ങൾക്ക് കൂടുതൽ ശാരീരികമായി സജീവമാകാൻ ആഗ്രഹമുണ്ടെന്ന് സങ്കല്പിക്കുക. സൂചന നിങ്ങളുടെ വ്യായാമ വസ്ത്രങ്ങൾ എല്ലാ രാത്രിയും നിങ്ങളുടെ കിടക്കയുടെ അടുത്ത് വയ്ക്കുക. ദിനചര്യ രാവിലെ ആദ്യം ഫോൺ പരിശോധിക്കുന്നതിന് പകരം നിങ്ങളുടെ വ്യായാമ വസ്ത്രങ്ങൾ കാണുകയും ഓടാൻ പോകുകയും ചെയ്യുക. പ്രതിഫലം നിങ്ങൾക്ക് ഊർജം ലഭിക്കുകയും ദിവസം നേരിടാൻ തയ്യാറാകുകയും ചെയ്യുന്നു. ഇത് പ്രക്രിയ ആവർത്തിക്കാൻ ഒരു സ്വാഭാവിക പ്രചോദനം സൃഷ്ടിക്കുന്നു. ഉപബോധ മനസ്സിൽ പുതിയ ശീലങ്ങൾ ഉൾച്ചേർക്കുക. പുതിയ ശീലങ്ങൾ ഉൾച്ചേർക്കുന്നതിനുള്ള താക്കോലാവർത്തനത്തിലും വൈകാരിക ഇടപെടലിലുമാണ്. ഓരോ തവണയും നിങ്ങൾ ശീലം ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ കൂടുതൽ ഉറച്ചു പോകുന്നു. ഒരു പോസിറ്റീവ് വൈകാരിക പ്രതിഫലം അറ്റാച്ച് ചെയ്യുന്നത് ശീലത്തെ കൂടുതൽ ആകർഷകവും നിലനിർത്താൻ എളുപ്പവുമാക്കുന്നു. ദൃശ്യവൽക്കരണം ഉപയോഗപ്പെടുത്തുക. പുതിയ ശീലങ്ങളെ ശക്തിപ്പെടുത്താൻ ദൃശ്യവൽക്കരണത്തിന്റെ ശക്തി ഉപയോഗിക്കുക. പുതിയ ശീലം ചെയ്യുന്നത് സ്വയം സങ്കല്പിക്കുക, പ്രതിഫലം ലഭിക്കുന്നത് കാണുക. ഈ ദൃശ്യവൽക്കരണം ഉപബോധ മനസ്സിനെ പുതിയ പെരുമാറ്റ രീതി സ്വീകരിക്കാനും സംയോജിപ്പിക്കാനും സഹായിക്കുന്നു. ഉപബോധ പരിശീലനത്തിലൂടെ ശീലചക്രത്തെ സഹായിക്കുക. സ്ഥിരീകരണങ്ങൾക്ക് പുതിയ ശീലങ്ങളെ ശക്തിപ്പെടുത്തുന്നതിൽ ഗണ്യമായി സഹായിക്കാൻ കഴിയും. ഉദാഹരണത്തിന്, ഞാൻ ശാന്തനും നിയന്ത്രണത്തിലുമാണ് പോലുള്ള സ്ഥിരീകരണങ്ങൾ ഉപയോഗിക്കുന്നത് വൈകാരിക സ്ഥിരത പുനഃസ്ഥാപിക്കാനും സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ പെട്ടെന്ന് പ്രതികരിക്കുന്നതിനു പകരം ആഴത്തിൽ ശ്വാസമെടുക്കുക പോലുള്ള അനുബന്ധ ശീലങ്ങൾ വികസിപ്പിക്കാനും സഹായിക്കും. തുടർച്ചയായ മെച്ചപ്പെടുത്തൽ. ഒടുവിൽ, ശീലങ്ങൾ രൂപപ്പെടുത്തുന്നത് ഒരു തുടർച്ചയായ പ്രക്രിയയാണെന്ന് ഓർക്കുക. നിങ്ങളുടെ ദിനചര്യകളും സൂചനകളും നിരന്തരം മെച്ചപ്പെടുത്തുന്നത് നിങ്ങളുടെ ശീലങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് വികസിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നു. നിങ്ങളുടെ ശീലങ്ങൾ നിങ്ങളുടെ ഉപബോധ മൂല്യങ്ങളുമായും ലക്ഷ്യങ്ങളുമായും കൂടുതൽ യോജിക്കുമ്പോൾ അവ നിങ്ങളെ വിജയത്തിലേക്ക് കൂടുതൽ അനായാസം നയിക്കുന്നു. ഈ അധ്യായത്തിൽ ശീലചക്രത്തിന്റെ പ്രവർത്തനങ്ങൾ നാം അനാവരണം ചെയ്തു. നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന മാറ്റങ്ങൾ വരുത്തുന്നതിനും വിശാലമായ ലക്ഷ്യങ്ങളുമായി അതിനെ വിന്യസിക്കുന്നതിനും ഈ ശക്തമായ തത്വം എങ്ങനെ ഉപയോഗിക്കാമെന്ന് വിശദീകരിച്ചു. ക്യൂ, റൂട്ടീൻ, റിവാർഡ് ഘടന എന്നിവയെ ബോധപൂർവം കൈകാര്യം ചെയ്യുന്നതിലൂടെ ആർക്കും അവരുടെ ജീവിത പാത മാറ്റാനും ശ്രദ്ധേയമായ മാറ്റങ്ങളും നേട്ടങ്ങളും കൈവരിക്കാനും കഴിയും. അടുത്ത അധ്യായത്തിൽ നമ്മൾ ഇവിടെ സ്ഥാപിച്ച ഫലപ്രദമായ ശീലങ്ങളുടെ ശക്തമായ അടിത്തറയെ അടിസ്ഥാനമാക്കി മികച്ച പ്രകടനത്തിനുള്ള സൂത്രവാക്യത്തിലേക്ക് കടക്കും. നിങ്ങളുടെ ശീലചക്രങ്ങളെ മനസ്സിലാക്കുകയും പരിഷ്കരിക്കുകയും ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ യഥാർത്ഥ കഴിവുകൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. ഇത് ശ്രദ്ധേയമായ മാറ്റങ്ങളിലേക്കും നേട്ടങ്ങളിലേക്കും നയിക്കുന്നു. അധ്യായം 8. മികച്ച പ്രകടനത്തിനുള്ള സൂത്രവാക്യം. നിങ്ങളുടെ മനസ്സിന്റെ പൂർണ്ണ സാധ്യതകൾ പുറത്തെടുത്ത് മികച്ച പ്രകടനം നേടുന്നതിന് ഒരു മാനസികാവസ്ഥ, തന്ത്രങ്ങൾ, ശീലങ്ങൾ എന്നിവയുടെ സമന്വയം ആവശ്യമാണ്. മികച്ച പ്രകടനത്തിനുള്ള സൂത്രവാക്യം കൂടുതൽ കഠിനാധ്വാനം ചെയ്യുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ കാര്യക്ഷമമായും ശക്തമായും പ്രവർത്തിക്കാൻ പ്രയോജനപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ്. നിങ്ങളുടെ വ്യക്തിപരവും തൊഴിൽപരവുമായ വിജയത്തിനുള്ള ഏറ്റവും മികച്ച സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളെ ഈ അധ്യായം പഠനവിധേയമാക്കും. 1. വ്യക്തമായ ലക്ഷ്യനിർണയം. മികച്ച പ്രകടനത്തിനുള്ള സൂത്രവാക്യത്തിലെ ആദ്യപടി വ്യക്തവും കൃത്യവും വൈകാരികമായി ചാർജ് ചെയ്തതുമായ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക എന്നതാണ്. ലക്ഷ്യങ്ങൾ അവ്യക്തമാണെങ്കിൽ മുന്നോട്ടു പോകാൻ നിങ്ങളുടെ ഉപബോധ മനസ്സിന് ആവശ്യമായ പ്രത്യേക ദിശാബോധം ഇല്ലാതാകും. മറുവശത്ത്, വ്യക്തമായി നിർവചിക്കപ്പെട്ട ലക്ഷ്യങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സുമായി നേരിട്ട് ആശയവിനിമയം നടത്തുന്നു. ആ ലക്ഷ്യങ്ങൾ നേടാൻ ആവശ്യമായ വിഭവങ്ങൾ കൊണ്ടുവരാൻ അതിനെ പ്രാപ്തമാക്കുന്നു. ലക്ഷ്യങ്ങൾ സ്മാർട്ട്, സ്പെസിഫിക്, മെഷറബിൾ, അച്ചീവബിൾ, റെലവന്റ് ആൻഡ് ടൈം ബൗണ്ട് ആകുക എന്ന മാനദണ്ഡം ഉപയോഗിക്കുന്നത് ഒരു നല്ല രീതിയാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങളെയും അവ എന്തുകൊണ്ടാണ് പ്രധാനമെന്ന് വ്യക്തമായി വിവരിക്കുന്നതിലൂടെ നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളുടെ ലക്ഷ്യവുമായി യോജിപ്പിക്കാൻ തുടങ്ങും. ഉദാഹരണം, വേഗത്തിൽ ഓടുക എന്ന അവ്യക്തമായ ലക്ഷ്യം നിശ്ചയിക്കുന്നതിന് പകരം ഒരു മാരത്തൺ ഓട്ടക്കാരി ഒക്ടോബറോടെ 4 മണിക്കൂറിനുള്ളിൽ നഗര മാരത്തൺ പൂർത്തിയാക്കുക എന്ന വ്യക്തമായ ലക്ഷ്യം നിശ്ചയിക്കുന്നു. ഈ ലക്ഷ്യം വ്യക്തവും സമയബന്ധിതവും വെല്ലുവിളി നിറഞ്ഞതുമാണ്. ഇത് അവരുടെ ഉപബോധ മനസ്സിന് ഒരു വ്യക്തമായ ലക്ഷ്യം നൽകുന്നു. 2. പോസിറ്റീവ് മാനസിക ശക്തിപ്പെടുത്തൽ. ആവർത്തിച്ചുള്ള സ്ഥിരീകരണങ്ങളും പോസിറ്റീവ് ദൃശ്യവൽക്കരണവും വിജയത്തിനായി ഉപബോധ മനസ്സിനെ കണ്ടീഷൻഡ് ചെയ്യുന്നതിനുള്ള ഉപകരണങ്ങളാണ്. പോസിറ്റീവ് മാനസിക ശക്തിപ്പെടുത്തലിലൂടെ നിങ്ങളുടെ മസ്തിഷ്കം ഈ ലക്ഷ്യങ്ങൾ നേടാനുള്ള സാധ്യതയിൽ വിശ്വസിക്കാൻ തുടങ്ങുകയും വിജയത്തിന്റെ മാനദണ്ഡങ്ങൾക്കുള്ളിൽ സ്വയം തിരിച്ചറിയുകയും ചെയ്യുന്നു. എനിക്ക് കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നതിന് പകരം എനിക്ക് കഴിയും, ഞാൻ ചെയ്യും എന്ന് പറയുക. ഉദാഹരണം, ഒരു സെയിൽസ് പ്രൊഫഷണൽ ഒരു പ്രധാന കരാർ ഉറപ്പിക്കുന്നതും വിജയകരമായ ചർച്ചയുടെയും ഹസ്തദാനത്തിന്റെയും നേട്ടത്തിന്റെ സന്തോഷം അനുഭവിക്കുന്നതും ദൃശ്യവൽക്കരിച്ചേക്കാം. ഇത് ഉപബോധപൂർവം ആത്മവിശ്വാസവും കഴിവും ശക്തിപ്പെടുത്തുന്നു. 3. സമ്മർദ്ദ നിയന്ത്രണത്തിനുള്ള വ്യവസ്ഥാപിത ഡിസെൻസിറ്റൈസേഷൻ.
മികച്ച പ്രകടനം പലപ്പോഴും ഉയർന്ന സമ്മർദ്ദമുള്ള സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. വ്യവസ്ഥാപിത ഡിസെൻസിറ്റൈസേഷൻ എന്നത് സമ്മർദ്ദങ്ങളെ ക്രമേണ അഭിമുഖീകരിക്കുകയും അതേസമയം വിശ്രമവിദ്യകൾ പരിശീലിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. ഈ രീതി നിങ്ങളുടെ ഉപബോധ മനസ്സിനെ സമ്മർദ്ദകരമായ സാഹചര്യങ്ങളെ ഭീഷണിയായിട്ടല്ല, മറിച്ച് കൈകാര്യം ചെയ്യാനാകുന്ന വെല്ലുവിളികളായി കാണാൻ പരിശീലിപ്പിക്കുന്നു. ഉദാഹരണം: ഒരു പൊതുപ്രഭാഷകൻ ഒരു ചെറിയ സൗഹൃദപരമായ ഗ്രൂപ്പിൽ സംസാരിച്ചാരംഭിച്ച് ക്രമേണ പ്രേക്ഷകരുടെ വലുപ്പം വർദ്ധിപ്പിക്കുകയും അതിലൂടെ വലിയ ജനക്കൂട്ടത്തിനു മുന്നിൽ സംസാരിക്കുന്നത് കൂടുതൽ എളുപ്പമാക്കുകയും അതേസമയം ശാന്തത നിലനിർത്താൻ ശ്വാസമെടുക്കാനുള്ള വിദ്യകൾ ഉപയോഗിക്കുകയും ചെയ്തേക്കാം. 4. ഉദ്ദേശ്യപൂർവമായ പരിശീലനവും നൈപുണ്യ വൈദഗ്ധ്യവും. ഉയർന്ന തലത്തിലുള്ള പ്രകടനം നേടുന്നതിൽ ഉദ്ദേശ്യപൂർവമായ പരിശീലനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇതിനർത്ഥം ആവർത്തിച്ചുള്ള ജോലികളിൽ മാത്രം ഏർപ്പെടുക എന്നതല്ല, മറിച്ച് നിങ്ങളുടെ നിലവിലെ കഴിവുകളുടെ അരികിലുള്ള ജോലികളിലൂടെ നിരന്തരം സ്വയം വെല്ലുവിളിക്കുക എന്നതാണ്. ഈ തരം പരിശീലനം ആസൂത്രിതവും ലക്ഷ്യബോധമുള്ളതും ശ്രദ്ധ കേന്ദ്രീകരിച്ചതുമായിരിക്കണം, തുടർച്ചയായ മെച്ചപ്പെടുത്തലിനായി ഫീഡ്ബാക്ക് ലൂപ്പുകളോടെ. ഉദാഹരണം: ഒരു സംഗീതജ്ഞൻ പഠിക്കാത്ത പാട്ടുകൾ മാത്രം വായിക്കുകയല്ല മെച്ചപ്പെടുത്താൻ ചെയ്യുന്നത്. അവർ ക്രമേണ കൂടുതൽ ബുദ്ധിമുട്ടുള്ള സംഗീതങ്ങൾ പരിശ്രമിക്കുകയും തങ്ങളുടെ പ്രകടനം വിലയിരുത്തുകയും നിർദ്ദിഷ്ട ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിൽ പരിശീലനം ആവർത്തിക്കുകയും ചെയ്യുന്നു. 5. ദിനചര്യയും ആചാരങ്ങളും. ദിനചര്യകളും ആചാരങ്ങളും വികസിപ്പിക്കുന്നത് നിങ്ങൾ പഠിച്ചവയെ ഏകീകരിക്കുകയും നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് ശ്രദ്ധയും ഊർജവും കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു. രാവിലെ ധ്യാനം, ഒരു പ്രകടനത്തിന് മുമ്പുള്ള ദിനചര്യ, അല്ലെങ്കിൽ ഓരോ വൈകുന്നേരവും നിങ്ങളുടെ ദിവസം അവലോകനം ചെയ്യുന്ന ശീലം എന്നിവയാകട്ടെ, ഈ ദിനചര്യകൾ മാനസിക ഊർജം ലാഭിക്കുകയും തുടർച്ചയായ മെച്ചപ്പെടുത്തലിന് ഒരു ചട്ടക്കൂട് സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഉദാഹരണം: ഒരു സംരംഭകൻ ഓരോ ദിവസവും 30 മിനിറ്റ് തന്ത്രപരമായ ആസൂത്രണത്തോടെ ആരംഭിച്ചേക്കാം. ഈ ദിനചര്യ ഓരോ ദിവസവും നിർണായകമായ ലക്ഷ്യബോധമുള്ള പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആരംഭിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നു. 6. വിശ്രമത്തിന്റെയും വീണ്ടെടുക്കലിന്റെയും പങ്ക്. മികച്ച പ്രകടനം നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് മാത്രമല്ല, നിങ്ങൾ എങ്ങനെ വിശ്രമിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യുന്നു എന്നതിനെക്കുറിച്ചുകൂടിയാണ്. ഉപബോധ മനസ്സ് നിങ്ങൾ വിശ്രമിക്കുമ്പോൾ വിവരങ്ങൾ പ്രോസസ് ചെയ്യുകയും പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്നു. ഇത് ഗുണമേന്മയുള്ള ഉറക്കവും വിശ്രമ സമയവും മികച്ച പ്രകടന തന്ത്രത്തിന്റെ അവശ്യ ഘടകങ്ങളാക്കുന്നു. ഉദാഹരണം: ഒരു വെല്ലുവിളി നിറഞ്ഞ പ്രശ്നത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവേഷകൻ 7 മുതൽ 8 വരെ മണിക്കൂർ പൂർണ്ണമായി ഉറങ്ങാനും ആവശ്യമുള്ളപ്പോൾ ചെറിയ ഉറക്കങ്ങൾ എടുക്കാനും ഒരു ദിനചര്യയാക്കുന്നു. മനസ്സ് വിശ്രമിക്കുമ്പോഴാണ് ചില മികച്ച ആശയങ്ങൾ വരുന്നത് എന്ന് അവർ തിരിച്ചറിയുന്നു. ഈ ഘടകങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ സംയോജിപ്പിക്കുന്നതിലൂടെ നിങ്ങളുടെ ഉപബോധ മനസ്സും ബോധപൂർവമായ ശ്രമങ്ങളും തമ്മിലുള്ള താളം നിങ്ങളെ സ്ഥിരമായി നിങ്ങളുടെ മികച്ച പ്രകടനത്തിൽ പ്രവർത്തിക്കാൻ പ്രാപ്തരാക്കും. മികച്ച പ്രകടനം ഒരു യാത്രയാണെന്നും ഒറ്റപ്പെട്ട ഒരു സംഭവമല്ലെന്നും ഓർക്കുക. ഈ ഘടകങ്ങളെക്കുറിച്ച് പതിവായി ചിന്തിക്കുന്നത് നിങ്ങളുടെ യാത്ര ശരിയായ പാതയിലാണെന്ന് ഉറപ്പാക്കും. അധ്യായം 9: കൂട്ടായ ബുദ്ധിയുമായി ബന്ധപ്പെടുക. കൂട്ടായ ബുദ്ധിയുടെ അദൃശ്യ ലോകത്തിലേക്കുള്ള ഒരു പ്രകാശമാനമായ യാത്രയിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിൽ നിങ്ങളുടെ ഉപബോധ മനസ്സിന് മനുഷ്യരാശിക്കിടയിൽ ഭൂതകാലത്തിലും വർത്തമാനകാലത്തും പങ്കുവയ്ക്കപ്പെട്ട അറിവിന്റെയും ജ്ഞാനത്തിന്റെയും വിശാലമായ സംഭരണശാലയിലേക്ക് എങ്ങനെ പ്രവേശിക്കാൻ കഴിയുമെന്ന് നാം പഠിക്കുന്നു. കൂട്ടായ ബുദ്ധിയെ മനസ്സിലാക്കുന്നു. കൂട്ടായ ബുദ്ധിയെ നമ്മുടെ കൂട്ടായ ബോധത്തിലൂടെ ലഭ്യമായ മനുഷ്യന്റെ അറിവിന്റെ ആകത്തുകയായി നിർവചിക്കാം. ഈ ആശയം പലപ്പോഴും സാർവത്രിക മനസ്സ് അല്ലെങ്കിൽ അനന്തമായ ബുദ്ധി എന്ന് പരാമർശിക്കപ്പെടുന്നു. ഇത് സാർവത്രിക സത്യങ്ങൾ, അനുഭവങ്ങൾ, ഉൾക്കാഴ്ചകൾ, ഉൾപ്രേരണകൾ എന്നിവയുടെ ഒരു കൂട്ടമാണ്. അതിലേക്ക് ആർക്കും തങ്ങളുടെ ഉപബോധ മനസ്സിലൂടെ ബന്ധപ്പെടാൻ കഴിയും. കൂട്ടായ ബുദ്ധിയുമായി എന്തുകൊണ്ട് ബന്ധപ്പെടണം? കൂട്ടായ ബുദ്ധിയുമായി ബന്ധപ്പെടുന്നത് നിങ്ങളുടെ വ്യക്തിഗത കഴിവുകൾക്കപ്പുറത്തേക്ക് വ്യാപിക്കാനും സ്വന്തമായി എത്താൻ കഴിയാത്ത ആശയങ്ങൾ, പരിഹാരങ്ങൾ, പ്രചോദനം എന്നിവയിലേക്ക് പ്രവേശിക്കാനും നിങ്ങളെ അനുവദിക്കുന്നു. ആയിരക്കണക്കിന് ആളുകളുടെ ഉൾക്കാഴ്ചകളോടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനെക്കുറിച്ചോ ചരിത്രത്തിലുടനീളമുള്ള മഹാനായ വ്യക്തികളുടെ സർഗാത്മക പ്രചോദനത്തിലേക്ക് പ്രവേശിക്കുന്നതിനെക്കുറിച്ചോ സങ്കല്പിക്കുക. കൂട്ടായ അറിവിനെ സ്വീകരിക്കുന്നതിന്റെ ശക്തിയാണിത്. കൂട്ടായ ബുദ്ധിയുമായി എങ്ങനെ ബന്ധപ്പെടാം? 1. ധ്യാനവും ബോധപൂർവമായ ശ്രദ്ധയും. ധ്യാനത്തിലൂടെ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുന്നതിൽ നിന്ന് ആരംഭിക്കുക. നിങ്ങൾ ധ്യാനിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആശയങ്ങളെയും ജ്ഞാനത്തെയും സ്വീകരിക്കാൻ തുറന്നിടാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഈ ബോധപൂർവമായ പരിശീലനം നിങ്ങളുടെ വ്യക്തിഗത ബോധത്തിന്റെ അതിരുകൾ അയവ് വരുത്തുകയും വിശാലമായ പ്രപഞ്ചവുമായി ബന്ധപ്പെടാൻ ക്ഷണിക്കുകയും ചെയ്യുന്നു. 2. ഉദ്ദേശ്യം നിശ്ചയിക്കുക. നിങ്ങൾ അന്വേഷിക്കുന്ന ചോദ്യമോ ഉത്തരമോ വ്യക്തമായി പറയുക. ഒരു സർഗാത്മക പരിഹാരത്തിനായി തിരയുകയാണോ അതോ വെല്ലുവിളി നിറഞ്ഞ ഒരു പ്രശ്നം നേരിടുകയാണോ ആകട്ടെ, ഒരു വ്യക്തമായ ഉദ്ദേശ്യം നിശ്ചയിക്കുന്നത് മാർഗനിർദ്ദേശം സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണെന്ന് സൂചിപ്പിക്കുന്നു. 3. ആഴത്തിലുള്ള കേൾവി പരിശീലിക്കുക. കേൾക്കുക എന്നത് വെറും കേൾവിയല്ല, അത് നിങ്ങളുടെ ചുറ്റുപാടുമായും നിങ്ങളുടെ ആന്തരിക സ്വത്വവുമായും സജീവമായി ഇടപെടുക എന്നതാണ്. പ്രകൃതിയിൽ അല്ലെങ്കിൽ നിശബ്ദമായ ചിന്തകളിൽ സമയം ചെലവഴിക്കുക, ആഴത്തിൽ ശ്രദ്ധിക്കുക. കൂട്ടായ ബുദ്ധിയിൽ നിന്നുള്ള ഉൾക്കാഴ്ചകൾ പലപ്പോഴും നാം ഏറ്റവും സ്വീകാര്യവും ശാന്തവുമായിരിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. 4. ജേർണലിംഗ്. നിങ്ങളുടെ ധ്യാനം,
ബോധപൂർവമായ ശ്രദ്ധ അല്ലെങ്കിൽ ആഴത്തിലുള്ള കേൾവിക്ക് ശേഷം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഏതെങ്കിലും ചിന്തകൾ, ആശയങ്ങൾ അല്ലെങ്കിൽ തിരിച്ചറിവുകൾ രേഖപ്പെടുത്താൻ സമയം കണ്ടെത്തുക. ഇത് ക്ഷണികമായ ഉൾക്കാഴ്ചകൾ പിടിച്ചെടുക്കാൻ മാത്രമല്ല, കൂട്ടായ മനസ്സുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനും സഹായിക്കുന്നു. 5. സ്വപ്ന വിശകലനം. ഉപബോധ മനസ്സ് ആശയവിനിമയം നടത്തുന്നതിനുള്ള ഒരു ശക്തമായ മാധ്യമമായി സ്വപ്നങ്ങൾ പ്രവർത്തിക്കും. ഒരു സ്വപ്ന ഡയറി സൂക്ഷിക്കുകയും നിങ്ങളുടെ ഉപബോധ മനസ്സ് സൃഷ്ടിക്കുന്ന ചിഹ്നങ്ങളെയും കഥകളെയും വിശകലനം ചെയ്യുകയും ചെയ്യുക. ഇവ പലപ്പോഴും കൂട്ടായ ബോധത്തിൽ നിന്നുള്ള സന്ദേശങ്ങളാണ്, നിങ്ങളെ നയിക്കാനോ വിവരങ്ങൾ നൽകാനോ ശ്രമിക്കുന്നു. 6. സഹകരണ സംരംഭങ്ങൾ. ആളുകൾ പരസ്യമായി ആശയങ്ങൾ പങ്കുവെക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഗ്രൂപ്പ് ചർച്ചകളിലും ചിന്താക്കൂട്ടങ്ങളിലും സജീവമായി പങ്കെടുക്കുക. ഗ്രൂപ്പ് ഇടപെടലിന്റെ ചലനാത്മകമായ ഒത്തുചേരൽ പലപ്പോഴും കൂട്ടായ ബുദ്ധിയിലേക്ക് കണക്ഷനുകൾ ഉണ്ടാക്കാൻ കഴിയും, അത് ഒറ്റയ്ക്ക് ലഭ്യമായിരുന്നില്ല. യഥാർത്ഥ ജീവിത പ്രയോഗങ്ങൾ. തന്റെ പ്രോജക്റ്റിലെ ഒരു സങ്കീർണ പ്രശ്നത്തിൽ കുടുങ്ങിയ മായ എന്നൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പറെ കുറിച്ച് ചിന്തിക്കുക. നിരവധി പരിഹാരങ്ങൾ ശ്രമിച്ചിട്ടും അവൾക്ക് ശരിയായ പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരു വൈകുന്നേരം അവൾ പ്രശ്നത്തെക്കുറിച്ച് ധ്യാനിക്കാൻ തീരുമാനിച്ചു. അനുഭവസമ്പന്നരായ ഡെവലപ്പർമാരുടെ വിശാലമായ അറിവ് ശേഖരത്തിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശം നിശ്ചയിച്ചു. ധ്യാനത്തിനിടെ എവിടെ നിന്നോ ഒരു നൂതനമായ സമീപനം അവളുടെ മനസ്സിൽ മിന്നിമറഞ്ഞു. അടുത്ത ദിവസം ഈ ആശയം നടപ്പിലാക്കിയപ്പോൾ അവൾക്ക് പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കാൻ കഴിഞ്ഞു. ഈ മുന്നേറ്റം അവളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഉപബോധ മനസ്സിലൂടെ ലഭ്യമായ ഡെവലപ്പർ സമൂഹത്തിന്റെ കൂട്ടായ ബുദ്ധിയിൽ നിന്നാണ് വന്നതെന്ന് അവൾ വിശ്വസിക്കുന്നു. കൂട്ടായ ബുദ്ധിയുമായി ബന്ധപ്പെടുന്നതിലൂടെ അറിവ്, സർഗാത്മകത, ജ്ഞാനം എന്നിവയുടെ അനന്തമായ ഒരു ഉറവിടത്തിലേക്ക് നിങ്ങൾ സ്വയം തുറക്കുന്നു. ഇത് പ്രശ്നങ്ങൾ പരിഹരിക്കാനോ സൃഷ്ടിക്കാനോ ഉള്ള നിങ്ങളുടെ കഴിവ് വർദ്ധിപ്പിക്കുക മാത്രമല്ല, മനുഷ്യരാശിയുടെയും പ്രപഞ്ചത്തിന്റെയും പരസ്പര ബന്ധത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആഴത്തിലുള്ള ഉൾക്കാഴ്ച നൽകിക്കൊണ്ട് നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ സമ്പന്നമാക്കുകയും ചെയ്യുന്നു. ഈ അധ്യായത്തിൽ പങ്കുവച്ച പരിശീലനങ്ങളെ സ്വീകരിക്കുക. നിങ്ങളുടെ ധാരണയിലും കഴിവുകളിലും ശ്രദ്ധേയമായ വികാസങ്ങൾ കാണാൻ തയ്യാറെടുക്കുക. നാം മുന്നോട്ടു പോകുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകവുമായി ആഴത്തിൽ ബന്ധപ്പെടാനുള്ള ഓരോ ചുവടുവെപ്പും കൂട്ടായ ജ്ഞാനത്തിന്റെ വിശാലമായ വിസ്തൃതിയിലേക്കുള്ള ഒരു ചുവടുവെപ്പാണ് എന്നോർക്കുക. അധ്യായം 10. മാനസിക തടസ്സങ്ങളെയും ഭയങ്ങളെയും അതിജീവിക്കുക. പ്രിയ വായനക്കാരാ, നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ പഠനത്തിലേക്ക് ആഴത്തിൽ കടന്നു ചെല്ലുമ്പോൾ പോസിറ്റീവ് വിശ്വാസങ്ങൾ, വിജയ ദൃശ്യവൽക്കരണം, വൈകാരിക നിയന്ത്രണം എന്നിവയ്ക്കായി അതിന്റെ ശക്തി എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് നിങ്ങൾ പഠിച്ചു. എന്നാൽ ഇപ്പോൾ പലരും നേരിടുന്ന ഒരു നിർണായക തടസ്സം നാം കണ്ടുമുട്ടുന്നു: മാനസിക തടസ്സങ്ങളും ഭയങ്ങളും. നിങ്ങളുടെ അനന്തമായ മനസ്സിന്റെ സാധ്യതകൾ പൂർണ്ണമായി പുറത്തെടുക്കാൻ ഇവയെ അതിജീവിക്കുന്നത് അത്യാവശ്യമാണ്. മാനസിക തടസ്സങ്ങളെയും ഭയങ്ങളെയും മനസ്സിലാക്കുന്നു. മാനസിക തടസ്സങ്ങൾ പലപ്പോഴും നിങ്ങളുടെ പൂർണ്ണ സാധ്യതകൾ നേടുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്ന അദൃശ്യമായ തടസ്സങ്ങളാണ്. ഇവ മുൻകാല അനുഭവങ്ങളിൽ നിന്നോ പരാജയങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ പലപ്പോഴും ആഴത്തിൽ വേരൂന്നിയ ഭയങ്ങളിൽ നിന്നോ ഉണ്ടാകാം. ഭയം ഒരു സംരക്ഷിത വികാരമാകാം, പക്ഷേ അമിതമാകുമ്പോൾ അത് ദുർബലമാക്കും. അത് സംശയം, ഉത്കണ്ഠ അല്ലെങ്കിൽ അജ്ഞാതത്തെക്കുറിച്ചോ നമ്മുടെ കഴിവുകളെക്കുറിച്ചോ ഉള്ള ആത്മവിശ്വാസമില്ലായ്മ എന്നിവയിൽ നിന്നുണ്ടാകാം. നിങ്ങളുടെ തടസ്സങ്ങളെയും ഭയങ്ങളെയും തിരിച്ചറിയുക. നിങ്ങളുടെ ഭയങ്ങളെയും തടസ്സങ്ങളെയും അംഗീകരിക്കുന്നതിലൂടെയും തിരിച്ചറിയുന്നതിലൂടെയും ആരംഭിക്കുക. ഒരു ഡയറി സൂക്ഷിക്കുക. നിങ്ങൾക്ക് എപ്പോഴാണ് തടസ്സമോ ഭയമോ തോന്നിയത്, അതിന് കാരണമായത് എന്താണ്, ശാരീരികമായും വൈകാരികമായും നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്നിവ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഭയങ്ങളെ ലേബൽ ചെയ്യുന്നത് അവയുടെ മേലുള്ള നിങ്ങളുടെ ശക്തി കുറയ്ക്കുന്നു. നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ പങ്ക്. ഈ തടസ്സങ്ങളെയും ഭയങ്ങളെയും സൃഷ്ടിക്കുന്നതിലും അതിജീവിക്കുന്നതിലും നിങ്ങളുടെ ഉപബോധ മനസ്സിന് ഒരു പ്രധാന പങ്കുണ്ട്. എന്തെങ്കിലും വളരെ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അസാധ്യമാണ് എന്ന നെഗറ്റീവ് വിശ്വാസങ്ങളാൽ അതിനെ പ്രോഗ്രാം ചെയ്യാൻ കഴിയും. എന്നിരുന്നാലും അതേ ശക്തമായ ഉപബോധ മനസ്സിനെ ഈ വിശ്വാസങ്ങളെ തകർക്കാൻ, പുനർനിർമ്മിക്കാൻ കഴിയും. മാനസിക തടസ്സങ്ങളെയും ഭയങ്ങളെയും അതിജീവിക്കാനുള്ള വിദ്യകൾ. 1. പോസിറ്റീവ് സ്ഥിരീകരണങ്ങൾ. നിങ്ങളുടെ അരക്ഷിതാവസ്ഥകളെ നേരിട്ട് അഭിസംബോധന ചെയ്യുന്ന സ്ഥിരീകരണങ്ങളോടെ ഓരോ ദിവസവും ആരംഭിക്കുക. ഞാൻ കഴിവുള്ളവനും ശക്തനുമാണ്. പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ എന്റെ ഭയങ്ങളെ അതിജീവിക്കുന്നു. ഞാൻ തടയാനാവാത്തവനാണ് തുടങ്ങിയ പ്രസ്താവനകൾ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ ആത്മവിശ്വാസവും ധൈര്യവും കൊണ്ട് പുനഃപ്രോഗ്രാം ചെയ്യുന്നു. 2. ദൃശ്യവൽക്കരണം. ഒരു ഭയത്തെയോ തടസ്സത്തെയോ വിജയകരമായി അതിജീവിക്കുന്നത് സ്വയം ചിത്രീകരിക്കുക. നിങ്ങൾ ഭയപ്പെടുന്ന ഒരു സാഹചര്യത്തെ ശാന്തമായും കാര്യക്ഷമമായും കൈകാര്യം ചെയ്യുന്നത് ദൃശ്യവൽക്കരിക്കുക. ഈ മാനസിക പരിശീലനം പരിചയം വളർത്തുകയും ഉത്കണ്ഠ കുറയ്ക്കുകയും ചെയ്യുന്നു. 3. ബോധപൂർവമായ ശ്രദ്ധയും ധ്യാനവും. ഈ പരിശീലനങ്ങൾ നിങ്ങളുടെ മനസ്സിനെ കേന്ദ്രീകരിക്കുന്നു, നിങ്ങളെ വർത്തമാന നിമിഷത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നു. അവിടെ ഭയം പലപ്പോഴും പിടിമുറുക്കുന്നു. ധ്യാനം താളം തെറ്റിയ ചിന്തകളുടെ കുഴപ്പമില്ലാതാക്കുന്നു. ഇത് തടസ്സങ്ങളെ അതിജീവിക്കുന്നതിൽ തീവ്രമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങളെ അനുവദിക്കുന്നു. 4. എക്സ്പോഷർ തെറാപ്പി. നിയന്ത്രിതവും സുരക്ഷിതവുമായ രീതിയിൽ നിങ്ങളുടെ ഭയങ്ങളെ ക്രമേണ അഭിമുഖീകരിക്കുക. പൊതുപ്രസംഗം നിങ്ങളെ ഭയപ്പെടുത്തുന്നുവെങ്കിൽ ഒരു കണ്ണാടിക്ക് മുന്നിൽ സംസാരിച്ച് ആരംഭിച്ച്
ചെറിയ ഗ്രൂപ്പുകളിലേക്ക് പോയി ക്രമേണ വലുതാക്കുക. എക്സ്പോഷർ ഭയം കുറയ്ക്കുന്നു. 5. സ്വയം പഠിക്കുക. പലപ്പോഴും ഭയം അജ്ഞാതത്തിൽ നിന്നാണ് വരുന്നത്. നിങ്ങളെ ഭയപ്പെടുത്തുന്നതിനെക്കുറിച്ച് പഠിക്കുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത നൽകാനും അതുമായി ബന്ധപ്പെട്ട ഭയം കുറയ്ക്കാനും കഴിയും. യഥാർത്ഥ ജീവിത പ്രയോഗം. ഒരു പുതിയ സംരംഭകയായ മായയുടെ കഥ പരിഗണിക്കുക. പൊതുപ്രസംഗത്തെ അവൾ ഭയപ്പെട്ടിരുന്നു. നിക്ഷേപകർക്ക് തന്റെ സ്റ്റാർട്ടപ്പ് ആശയം അവതരിപ്പിക്കേണ്ടി വന്നപ്പോൾ താൻ കറ്റാസ്ട്രോഫിക്കലി പരാജയപ്പെട്ടേക്കാം എന്ന് ചിന്തിച്ച് അവളുടെ മനസ്സ് മരവിച്ചു. പോസിറ്റീവ് സ്ഥിരീകരണങ്ങൾ, ദൃശ്യവൽക്കരണം, സുഹൃത്തുക്കളുടെയും പ്രാദേശിക ബിസിനസ് കൂട്ടായ്മകളുടെയും മുന്നിൽ സംസാരിച്ച് ക്രമേണ സ്വയം പരിചയപ്പെടുത്തുക എന്നീ വിദ്യകൾ പ്രയോഗിച്ച് അവൾ തന്റെ ഭയത്തെ വ്യവസ്ഥാപിതമായി ഇല്ലാതാക്കി. കാലക്രമേണ അവളുടെ അവതരണങ്ങൾ കൂടുതൽ ബോധ്യപ്പെടുത്തുന്നതായി ഇത് അവളുടെ പ്രോജക്റ്റിന്റെ വിജയകരമായ ധനസഹായത്തിൽ പ്രതിഫലിച്ചു. ചിന്തകളെ പ്രവർത്തനവുമായി ബന്ധപ്പെടുത്തുന്നു. നമ്മുടെ യാഥാർത്ഥ്യത്തെ സ്വാധീനിക്കുന്നതിൽ നമ്മുടെ ചിന്തകൾക്ക് അതിരുകളില്ലാത്ത ശക്തിയുണ്ട്. നിങ്ങളുടെ മാനസിക തടസ്സങ്ങളെയും ഭയങ്ങളെയും നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നതിലും അവയോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിലും മാറ്റം വരുത്തുന്നതിലൂടെയും നൽകിയിട്ടുള്ള ഘട്ടങ്ങൾ വ്യവസ്ഥാപിതമായി പ്രയോഗിക്കുന്നതിലൂടെയും നിങ്ങൾക്ക് ആ യാഥാർത്ഥ്യം മാറ്റാനുള്ള പ്രക്രിയ ആരംഭിക്കാൻ കഴിയും. ഇത് ഒരു വ്യായാമം മാത്രമല്ല, നിങ്ങളുടെ ഉപബോധ മനസ്സിനെ നിങ്ങളുടെ ബോധപൂർവമായ ലക്ഷ്യങ്ങളുമായി യോജിപ്പിക്കാൻ പ്രാപ്തമാക്കുന്ന ഒരു രൂപാന്തരീകരണ അനുഭവമാണ്. പുരോഗതി നിലനിർത്തുക. നിങ്ങളുടെ ഡയറിയിൽ എഴുതുന്നത് തുടരുക. നിങ്ങളുടെ വിദ്യകൾ പരിഷ്കരിക്കുക. ഉണ്ടാകുന്ന പുതിയ ഭയങ്ങളെ നേരിടുക. വ്യക്തിഗത വികസനം ഒരു തുടർച്ചയായ യാത്രയാണ്. സ്ഥിരമായ പരിശീലനത്തിലൂടെ മാനസിക തടസ്സങ്ങളെ അതിജീവിക്കാനും ഭയത്തെ വളർച്ചയുടെ ഉത്തേജനങ്ങളാക്കി മാറ്റാനുമുള്ള ഉപകരണങ്ങൾ നിങ്ങളുടെ മാനസിക ഉപകരണ ശേഖരത്തിന്റെ ഭാഗമായി മാറും. എല്ലാ ശ്രമങ്ങളിലും സഹായിക്കാൻ തയ്യാറായിരിക്കും. ഈ അധ്യായത്തിൽ വിശദീകരിച്ച നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ ശക്തി ഉപയോഗപ്പെടുത്തുന്നതിലൂടെ നിങ്ങൾ വ്യക്തിഗത മോചനത്തിന്റെ ഒരു പുതിയ തലത്തിന്റെ വക്കിലാണ്. നമ്മുടെ അടുത്ത അധ്യായത്തിലേക്ക് മുന്നോട്ടു പോകുമ്പോൾ ഭയത്തെ അതിജീവിക്കുന്ന ഓരോ നിമിഷവും നിങ്ങളുടെ അനന്തമായ സർഗാത്മകതയിലേക്കും നവീകരണത്തിലേക്കും പ്രവേശിക്കുന്നതിനുള്ള ഒരു ചുവടുവെപ്പാണ് എന്നോർക്കുക. ഇത് നിങ്ങൾക്ക് ഉള്ളിൽ ഒരു വഴിത്തിരിവ് കണ്ടെത്താൻ വഴിയൊരുക്കുന്നു. അധ്യായം 11. അനന്തമായ സർഗാത്മകതയും നവീകരണവും. സർഗാത്മകത എല്ലാ കണ്ടുപിടുത്തങ്ങളുടെയും ഉറവിടമാണ്. നിങ്ങളുടെ ഉപബോധ മനസ്സ് ഈ അതിരുകളില്ലാത്ത ആശയങ്ങളുടെ ഉറവിടമാണ്. ഈ അനന്തമായ വിഭവത്തിലേക്ക് പ്രവേശിക്കാൻ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കും ചുറ്റുമുള്ളവർക്കും ഒരു രൂപാന്തരീകരണ ലോകം കണ്ടെത്താൻ കഴിയും. ഈ അധ്യായം നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ ശക്തിയെ ഉപയോഗിച്ച് അതിരുകളില്ലാത്ത സർഗാത്മകതയ്ക്കും കണ്ടുപിടുത്തങ്ങൾക്കുമുള്ള നിങ്ങളുടെ സാധ്യതകൾ പുറത്തെടുക്കാൻ പഠിക്കും. സർഗാത്മകത ഉപബോധ മനസ്സിനെ തുറന്നുവിടുന്നു. സർഗാത്മകത കലാകാരന്മാരുടെയും സംഗീതജ്ഞരുടെയും മാത്രം മേഖലയല്ല. ബിസിനസ്സിലും ശാസ്ത്രത്തിലും ദൈനംദിന ജീവിതത്തിലെ വെല്ലുവിളികളിലും ഇത് നിർണായകമാണ്. സർഗാത്മക ആശയങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ഉപബോധ മനസ്സിന് ഒരു പ്രധാന പങ്കുണ്ട്. നമ്മുടെ ബോധമനസ്സ് അടിച്ചേൽപ്പിക്കുന്ന യുക്തിപരമായ അതിരുകളില്ലാതെ പാറ്റേണുകൾ തിരിച്ചറിയുന്നതും പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതും ഇവിടെ നിന്നാണ്. ദൃശ്യവൽക്കരണവും പകൽ സ്വപ്നവും നവീകരണത്തിലേക്കുള്ള ഒരു കവാടം. ഉപബോധ മനസ്സിലൂടെ സർഗാത്മകതയെ ഉത്തേജിപ്പിക്കുന്നതിനുള്ള ഒരു ഫലപ്രദമായ മാർഗം ദൃശ്യവൽക്കരണമാണ്. നിങ്ങൾ സാഹചര്യങ്ങളോ വസ്തുക്കളോ അല്ലെങ്കിൽ ഫലങ്ങളോ ദൃശ്യവൽക്കരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ അബ്സ്ട്രാക്ട് ആശയങ്ങളെ വികസിപ്പിക്കാനും പുതിയ സൃഷ്ടികളോ പരിഹാരങ്ങളോ ആക്കി മാറ്റാനും പഠിപ്പിക്കുന്നു. ദിവസവും ശാന്തമായ സമയം കണ്ടെത്തി വെറുതെ പകൽ സ്വപ്നം കാണാൻ തുടങ്ങുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നത്, ഒരു പ്രശ്നം പരിഹരിക്കുന്നത്, അല്ലെങ്കിൽ ഒരൊറ്റ ആശയത്തിന്റെ നിരവധി വ്യതിയാനങ്ങൾ കണ്ടുപിടിക്കുന്നത് ചിത്രീകരിക്കുക. ഈ മാനസിക പരിശീലനങ്ങൾ ഉപബോധ മനസ്സിനെ തുറന്നതും വ്യത്യസ്തവുമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇത് നവീകരണത്തിന് അനുയോജ്യമായ ഒരു അന്തരീക്ഷം വളർത്തുന്നു. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ വിമർശകനെ ശാന്തമാക്കുന്നു. നമ്മുടെ ആന്തരിക വിമർശകൻ പലപ്പോഴും നമ്മുടെ ഏറ്റവും സർഗാത്മകമായ ഉൾപ്രേരണകളെ അടിച്ചമർത്തുന്നു. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ഈ വിമർശകനെ ശാന്തമാക്കാനും മനസ്സിനെ ശാന്തമാക്കാനും സഹായിക്കും. ഇത് ആഴത്തിലുള്ള ചിന്തകൾ പുറത്തുവരാൻ അനുവദിക്കുന്നു. പതിവായി പരിശീലിക്കുമ്പോൾ ധ്യാനം നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് ആഴത്തിൽ കടന്നു ചെല്ലാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇത് സാധാരണയായി നിങ്ങളുടെ ബോധമനസ്സ് അടിച്ചമർത്തുന്ന ആശയങ്ങൾ കൊണ്ടുവരുന്നു. ഉറങ്ങുക. വിശ്രമത്തിന്റെ ശക്തി. ഞാൻ ഉറങ്ങിക്കോട്ടെ എന്ന വാചകത്തിന് നാം വിശ്വസിക്കുന്നതിലും കൂടുതൽ സത്യമുണ്ട്. ഉറക്കം വെറും വിശ്രമിക്കാനുള്ള ഒരു കാലയളവല്ല, മറിച്ച് ഉപബോധ മനസ്സിന് തീവ്രമായ പ്രവർത്തനത്തിന്റെ സമയമാണ്. ഉറക്കത്തിൽ, പ്രത്യേകിച്ച് REM ഘട്ടത്തിൽ, മസ്തിഷ്കം ഓർമ്മകൾ, വികാരങ്ങൾ, പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ എന്നിവ പ്രോസസ് ചെയ്യുകയും സംയോജിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് പ്രയോജനപ്പെടുത്താൻ ഉറങ്ങുന്നതിനു മുമ്പ് ഒരു പ്രശ്നമോ ചോദ്യമോ രേഖപ്പെടുത്തുക. നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ അതിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുക. പലപ്പോഴും നിങ്ങൾ ഉണരുമ്പോൾ പുതിയൊരു കാഴ്ചപ്പാടോ മുമ്പ് പരിഗണിക്കാത്ത ഒരു പരിഹാരമോ നിങ്ങൾ കണ്ടെത്തിയേക്കാം. പുതിയ അനുഭവങ്ങളുമായി ഇടപെടുക. പുതിയ ആശയങ്ങളിലും കാഴ്ചപ്പാടുകളിലും നവീകരണം വളരുന്നു. അപരിചിതമായ ചുറ്റുപാടുകളിലേക്ക് സ്വയം തുറന്നുകാട്ടുന്നതിലൂടെയും നിങ്ങളുടെ പതിവ് ചിന്താരീതികളെ വെല്ലുവിളിക്കുന്നതിലൂടെയും സർഗാത്മക ആശയങ്ങൾ സൃഷ്ടിക്കാൻ
നിങ്ങൾ ഉപബോധ മനസ്സിന് വഴിയൊരുക്കുന്നു. ഒരു പുതിയ രാജ്യത്തേക്ക് യാത്ര ചെയ്യുന്നതോ, ഒരു പുതിയ ഭാഷയോ കഴിവോ പഠിക്കുന്നതോ, അല്ലെങ്കിൽ ഒരു പുതിയ പഠന മേഖലയിൽ ഏർപ്പെടുന്നതോ ആകട്ടെ, ഈ അനുഭവങ്ങളെല്ലാം നിങ്ങളുടെ ഉപബോധ മനസ്സിന് ഉപയോഗിക്കാവുന്ന ആശയങ്ങളുടെ ഒരു സമ്പന്നമായ ശേഖരത്തിന് സംഭാവന നൽകുന്നു. സഹകരണം, കൂട്ടായ ഉപബോധ മനസ്സിനെ ഉപയോഗപ്പെടുത്തുക. സർഗാത്മകതയുടെ വലിയൊരു ഭാഗം വ്യക്തിഗതമായ ഒരു പരിശ്രമമായി തോന്നാമെങ്കിലും കാര്യമായ കണ്ടുപിടുത്തങ്ങൾ പലപ്പോഴും മനസ്സുകളുടെ സംഗമത്തിൽ സംഭവിക്കുന്നു. മറ്റുള്ളവരുമായി സജീവമായി ഇടപഴകുമ്പോൾ, പ്രത്യേകിച്ച് വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്നുള്ളവരുമായി അല്ലെങ്കിൽ വ്യത്യസ്ത കഴിവുകളുള്ളവരുമായി, നിങ്ങളുടെ ഉപബോധ വിഭവങ്ങളിലേക്ക് മാത്രമല്ല, അറിവിന്റെയും സർഗാത്മകതയുടെയും ഒരു കൂട്ടായ ശേഖരത്തിലേക്കും നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുന്നു. സഹകരണപരമായ പ്രൊജക്ടുകളെയും ടീം ചർച്ചകളെയും സ്വീകരിക്കുക. അവയെ സംയോജിത സർഗാത്മകതയും നൂതനമായ പരിഹാരങ്ങളും പുറത്തുവിടുന്നതിനുള്ള ഉത്തേജനങ്ങളായി ഉപയോഗിക്കുക. തുടർച്ചയായ പരിശീലനം, നവീകരണത്തിന്റെ ശീലം വളർത്തുക. സർഗാത്മകതയും നവീകരണവും കേവലം പ്രവർത്തികളല്ല, മറിച്ച് ശീലങ്ങളാണ്. നിങ്ങൾ കൂടുതൽ സർഗാത്മകമായി ചിന്തിക്കാനും നൂതനമായ പരിഹാരങ്ങൾ തേടാനും പരിശീലിക്കുമ്പോൾ അത് കൂടുതൽ സ്വാഭാവികമായി വരും. ഓരോ ആഴ്ചയും സർഗാത്മകമായി ചിന്തിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സമയം കണ്ടെത്തുക. നിലവിലെ രീതികളെ വെല്ലുവിളിക്കുകയും വിധി ഭയക്കാതെ പുതിയ പരിഹാരങ്ങൾ നൽകുകയും ചെയ്യുക. ഈ പതിവ് പരിശീലനം നിങ്ങളുടെ ഉപബോധ മനസ്സിൽ പാതകൾ സ്ഥാപിക്കുന്നു. ഇത് സ്ഥിരമായി നൂതനമായിരിക്കാൻ എളുപ്പമാക്കുന്നു. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതുപോലെ നിങ്ങളുടെ ഉപബോധ മനസ്സ് സർഗാത്മക സാധ്യതകളുടെ ഒരു സംഭരണശാലയാണ്. അത് തുറന്നുവിടാൻ കാത്തിരിക്കുന്നു.